ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളൊരു പ്ലാൻ തന്ന് അതിൻ്റെ സെക്ഷൻ തന്ന് അതിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ചെയ്തു വരികയാണ്. കുറച്ച് ക്വാണ്ടിറ്റീസ് നമ്മൾ ചെയ്തു. മേസൺറി വർക്കിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ വരെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ മേസൺറി മുതലാണ് ഡിഡക്ഷൻ്റെ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. എന്തായാലും ഡിഡക്ഷൻ നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഒഴിവുള്ള ഭാഗം കുറച്ച് കളയുക അല്ലേ. മേസൺറി ചെയ്യുമ്പോൾ, അതായത് കല്ല് പടുക്കുക അല്ലെങ്കിൽ ഇഷ്ടിക പടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഡോറ്, വിൻഡോ, ലിൻഡൽ ഈ സ്ഥലത്തൊന്നും നമ്മൾ കല്ല് പടുക്കേണ്ട ആവശ്യമില്ല. ലിൻഡലിൻ്റെ പോർഷനിൽ കോൺക്രീറ്റ് വരും. അവിടെ നമ്മൾ ആ ലെങ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്തില്ല. അതേമാതിരി വിൻഡോ, ഡോർ അവിടെ എല്ലാം ഓപ്പണിങ്സ് ആയിരിക്കും. അവിടെ നമ്മൾ കല്ല് പടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഭാഗമൊക്കെ നമ്മൾ കുറച്ച് കളയും. അതിനാണ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ മേസൺറിയുടെ കാര്യത്തിൽ നമുക്കറിയാം ഡിഡക്ഷൻ 0.1 m² മുകളിൽ വരുന്ന ഏരിയയാണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാനുള്ളത്. ആ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയമാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ കുറയ്ക്കണം. അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലത്ത് 1.1 m² ചെറിയ ഏരിയേൻ്റെ പോർഷനാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വിൻഡോ, വെൻറ്റിലേഷൻ, ഡോറ് എല്ലാത്തിൻ്റെയും ഏരിയ വരുന്നത് വോളിയാണ് നമ്മൾ എടുക്കുന്നത് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. m³ എന്നാണ് നമ്മൾ കുറയ്ക്കുന്നതെങ്കിൽ കൂടി അതിൻ്റെ ഏരിയ നോക്കുമ്പോൾ അതെന്താണ് 0.1 m² മുകളിലാണ് വരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ കുറച്ച് കളയണം. അപ്പോൾ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഓക്കെ, ഇനി നമുക്ക് വരാനുള്ളത്, നമ്മൾ ഫൗണ്ടേഷൻ മുതലാണ് തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ മേസൺറി വർക്കായി. അപ്പോൾ അതിനിടയിൽ കുറച്ച് വർക്കുകൾ, കോൺക്രീറ്റ് വർക്കുകൾ നമുക്കിനി വരാണ്ട്. അതായത് ലിൻഡലിൻ്റെ കോൺക്രീറ്റിങ്, അതേപോലെ സൺഷെയ്ഡിൻ്റെ കോൺക്രീറ്റിങ്, അതിന് റൂഫ് സ്ലാബിൻ്റെ അല്ല, ഇത്രയും കാര്യങ്ങൾ അതിനിടയിൽ ഇനി നമുക്ക് വരാനുണ്ട്. മേസൺറിയുടെ ഭാഗമായിട്ട് മേസൺറി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം വാർപ്പാണ് ഉണ്ടാവുക അല്ലേ. മുകളിൽ കോൺക്രീറ്റിൻ്റെ ഫ്ലോർ നമ്മൾ വാർക്കും അല്ലേ, കോൺക്രീറ്റിങ്. അപ്പോൾ ഇത്രയും പോർഷൻ്റെ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഇനി എടുക്കാണ്ട്. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ മേസൺറി വർക്കായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പാരപ്പറ്റ് വാളിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ആദ്യം എടുക്കുകയാണ്. ആ പാരപ്പറ്റ് വാൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വരച്ചിരിക്കുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. നമ്മളെ പാരപ്പറ്റ് വാൾ എന്ന് പറയുന്നത് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്ന വാൾ അല്ലേ. ഇവിടെ നമ്മളെ റൂഫിൽ നമ്മളൊരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസാണ് നമ്മളെങ്കിൽ, ഒരു ഫ്ലാറ്റ് സ്ലാബ് ആണെങ്കിൽ അതിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു വാൾ ഒരു ഡെഫിനറ്റ് ഹൈറ്റിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിനാണ് പാരപ്പറ്റ് വാൾ എന്ന് പറയുക. നമുക്കിവിടെ കാണാൻ സാധിക്കും പാരപ്പറ്റ് വാൾ. പാരപ്പറ്റ് വാളിൻ്റെ ഹൈറ്റ് 0.6 മീറ്റർ ആണെന്നും അതിൻ്റെ വിഡ്ത്ത് 0.1 മീറ്റർ ആണെന്നും റൗണ്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ കാണുണ്ടാവും. 0.1 മീറ്ററും 0.6 മീറ്ററും, 0.1 മീറ്റർ ആൻഡ് 0.6 മീറ്റർ, ആ രണ്ട് ഡയമെൻഷൻ കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, പിന്നെ നമുക്കറിയാം എവിടെയാണ് പാരപ്പറ്റ് വാൾ വരുന്നത്. സ്ലാബിൻ്റെ എൻഡിൽ അല്ലേ. സ്ലാബ് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വാളിൽ നിന്നും 0.15 പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് 0.15 പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് എന്ത് നിൽക്കുന്നത്, നമ്മളെ സ്ലാബ് നിൽക്കുന്നത് അല്ലേ. അങ്ങനെ കുറച്ചൊരു പ്രൊജക്ഷൻ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സ്ലാബിൻ്റെ എൻഡിലാണ് എന്ത് കൊടുക്കുന്നത്, പാരപ്പറ്റ് കൊടുക്കുന്നത്. എത്ര 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.1 മീറ്റർ വിഡ്ത്തിലാണ് നമ്മൾ പാരപ്പറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്ലാനിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ടാവും പാരപ്പറ്റ് ഉണ്ടാവുക അല്ലേ. നമ്മളെ പ്ലാനിൻ്റെ ചുറ്റുഭാഗത്തും അല്ലേ, ഇതിന് റൗണ്ടായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ചുറ്റുഭാഗത്തുമായിട്ട് സ്ലാബിന് പ്രൊജക്റ്റ് ചെയ്തുള്ള പോർഷൻ മൊത്തമായിട്ട് നമുക്ക് കാണാം. എല്ലാ ഭാഗത്തും ആയിട്ടാവും എന്ത് വരിക, ഈ പാരപ്പറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക അല്ലേ. ഇങ്ങനെ വീടിന് ചുറ്റും എന്തുണ്ടാവും, പാരപ്പറ്റ് ഉണ്ടാവും. എങ്ങനെ സ്ലാബ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു, സ്ലാബിൻ്റെ എൻഡിലായിട്ട് നമുക്ക് എൻഡിലായിട്ട് നമ്മൾ 10 സെൻറ്റിമീറ്ററിൽ നമ്മൾ പാരപ്പറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പാരപ്പറ്റിൻ്റെ ക്വാണ്ടിറ്റി കാണാൻ വേണ്ടിയിട്ട് എന്താ നമുക്ക് വേണ്ടി വരിക, നമ്മൾ ഈ പാരപ്പറ്റ് വാളിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കാണുക അല്ലേ. ഇതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കാണുക, എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് കൊണ്ടും ഹൈറ്റ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടുമല്ലോ. അപ്പോൾ അത് ആദ്യം അതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കാണണം. സെൻട്രൽ ലെങ്ത്ത് കാണുമ്പോൾ നമുക്കറിയാം, നമ്മൾ ലോങ് വാളിൽ ഷോർട്ട് വാളിൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കണ്ടാൽ മതി. ഇവിടെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ളൊരു പ്ലാനാണ് നമുക്കുള്ളത്. അപ്പോൾ ലോങ് വാളിൽ ഷോർട്ട് വാളിൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കണ്ടു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, അതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി അല്ലേ. കാരണം എന്താ, 2 ലോങ് വാളുകളും 2 ഷോർട്ട് വാളുകളാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ പാരപ്പറ്റ് ആകുമ്പോൾ പാരപ്പറ്റ് എന്താ, ഓൾറെഡി പ്രൊജക്ഷൻ്റെ എൻഡിലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്ലാബിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് എത്രയെന്നുള്ളത് കാണണം. അതായത് 0.15 പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ലെങ്ത്ത് എത്രയെന്നുള്ളത് കാണണം. അതിൽ നിന്ന്
പാരപ്പറ്റ് വാളിൻ്റെ ഹാഫ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആ ഒരു ഡയറക്ഷനിലുള്ള സെൻട്രൽ ലൈൻ ലെങ്ത് കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ ലോങ് വാളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ലൈൻ ലെങ്ത്താണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ലോങ് വാളിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോങ് വാൾ ഏതാണ്, 3 ലോങ് വാളുകൾ നമുക്ക് കാണാം. നമുക്ക് ഈ ലോങ് വാൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ലോങ് വാൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നമ്മൾ ആദ്യം കാണുന്ന സെൻട്രൽ ലൈൻ ലെങ്ത് അല്ല, നമ്മൾ എന്ത് ചെയ്യും, എൻഡ് ടു എൻഡ്, അതായത് സ്ലാബിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് നമ്മൾ കാണും. എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ എന്ത് വേണം നമുക്ക്, ആദ്യം ഈ വാളിൻ്റെ എൻഡ് മുതൽ ഈ വാളിൻ്റെ എൻഡ് വരെയുള്ള ആ ഡിസ്റ്റൻസ് നമുക്ക് കാണണം. ആ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ അതിൻ്റെ വാല്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. എന്താണ്, നമുക്ക് ആദ്യം എന്ത് കാണാം, ഇവിടെ ഒരു വാൾ വരുന്നുണ്ട് അല്ലേ, ഇവിടെ ഫസ്റ്റിൽ വാൾ വരുന്നുണ്ട്. ആ വാളിൻ്റെ വിടുത്ത് എത്രയാണ്, 0.2 മീറ്റർ അല്ലേ, 0.2 പ്ലസ്. അടുത്തായി കിച്ചൺ വരുന്നു. കിച്ചൻ്റെ ലെങ്ത് വൈസ് എത്രയാണ് അതിൻ്റെ ഡയമെൻഷൻ, 2.9/2.5 ആയതുകൊണ്ട് എന്തായിരിക്കും, 2.5 ആയിരിക്കും അതിൻ്റെ വാല്യൂ അല്ലേ. ഹൊറിസോണ്ടലായിട്ടുള്ള 2.9 ആണ്, വെർട്ടിക്കലായിട്ടുള്ള 2.5 ആണ്. അപ്പോൾ നമ്മൾ താഴേക്കാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഇവിടെ 2.5 ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ 0.2 പ്ലസ് നമ്മൾ എന്ത് ചെയ്തു, 2.5 ചെയ്തു. പിന്നെ എന്ത് വരുന്നുണ്ട്, ഇവിടെ ഒരു വാൾ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും 0.2 ആഡ് ചെയ്തു. ആ 0.2 പ്ലസ് 2.5 പ്ലസ് 0.2 വീണ്ടും ആഡ് ചെയ്തു. പിന്നെ ഈ ഹോളിൻ്റെ ഡയമെൻഷൻ എത്രയാണ്, 5.2 പ്ലസ് 5.2 പ്ലസ് എന്ത് വരും, വീണ്ടും ഒരു വാൾ വരുന്നു, 0.2. ഇത്രയും ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, ഈ വാളുകളുടെ എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഇനി എന്ത് വേണം, ഇനി അതിൻ്റെ എൻഡിലേക്കുള്ള ഒരു പ്രൊജക്ഷൻ കൂടി വരുന്നുണ്ട് അല്ലേ. എത്രയാണ് പ്രൊജക്ഷൻ വരുന്നത്, പ്രൊജക്ഷൻ 0.15 ആണ്. പ്രൊജക്ഷൻ 0.15. അപ്പോൾ രണ്ട് എൻഡിലും, ഈ എൻഡിലും അതേപോലെ ഈ എൻഡിലും എന്ത് വരുന്നുണ്ട്, പ്രൊജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ വാല്യൂനോട് കൂടി നമ്മൾ 0.15 കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്, സ്ലാബിൻ്റെ എൻഡിൻ്റെ, നമ്മുടെ റൂഫിൽ വരുന്ന സ്ലാബിൻ്റെ എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, 0.15 പ്ലസ് 0.15 നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ സ്ലാബിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ആയി. ഇനി നമുക്ക് സ്ലാബിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത് ആണോ നമുക്ക് വേണ്ടത്, അല്ല, നമുക്ക് പാരപ്പറ്റിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ പാരപ്പറ്റ് എവിടെയാണ് വരുന്നത്, പാരപ്പറ്റ് നമുക്കറിയാം, പാരപ്പറ്റ് സ്ലാബിൽ നിന്നും സ്ലാബിൻ്റെ എൻഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിക്കാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്കെന്ത് കിട്ടി, സ്ലാബിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, അതിൽ നിന്ന് പാരപ്പറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാണാം. പാരപ്പറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് കാണുന്നത് വേണം, ഈ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് നിന്ന് പാരപ്പറ്റിൻ്റെ ഹാഫ് രണ്ട് സൈഡിലും. പാരപ്പറ്റിൻ്റെ ഹാഫ് എത്രയായിരിക്കും, 0.1/2, അതായത് 0.05 അല്ലേ. 0.05 രണ്ട് എൻഡിലും എന്ത് ചെയ്യുക, 0.1/2 ഈ എൻഡിലും അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലും ഉണ്ടാവും അല്ലേ. 0.05 നമ്മൾ രണ്ട് സൈഡിലും മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, പാരപ്പറ്റിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ലോങ് വാളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. ലോങ് വാളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരപ്പറ്റിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കാണാം, ഷോർട്ട് വാളിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഫോർ പാരപ്പറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം, ആദ്യം സ്ലാബിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് കാണണം. അപ്പോൾ നമ്മൾ ഷോർട്ട് വാളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഷോർട്ട് വാളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം വാളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് കാണുകയാണെങ്കിൽ ഇവിടെ ഒരു വാൾ വരുന്നു 0.2 പ്ലസ് ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 3.3. വീണ്ടും 0.2 ആഡ് ചെയ്യുക വാളിൻ്റെ ഡിസ്റ്റൻസ്. പിന്നെ ഹോളിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 2.9. പിന്നെ വീണ്ടും 0.2 ആഡ് ചെയ്യുക. ഇത്ര ആഡ് ചെയ്യുമ്പോൾ ഈ വാളിൻ്റെ എൻഡ് മുതൽ ഈ വാളിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടി അല്ലേ. ഇനി സ്ലാബ് രണ്ട് സൈഡിലേക്കും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, 0.15 പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് എൻഡിൽ 0.15 നമ്മൾ ആഡ് ചെയ്യുക. ഇത്ര ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, നമുക്ക് സ്ലാബിൻ്റെ എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടി. ഇനി അതിൽ നിന്നും രണ്ട് എൻഡിലും എന്ത് ചെയ്യുക, നമ്മൾ 0.1ൻ്റെ ഹാഫ് രണ്ട് എൻഡിൽ മൈനസ് ചെയ്യുക അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്, പാരപ്പറ്റിൻ്റെ സെൻറ്റർ ഡിസ്റ്റൻസ് ഫോർ പാരപ്പറ്റിൻ്റെ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് ഫോർ ഷോർട്ട് സ്പാനിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് സ്പാനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ലൈൻ ലെങ്ത്തും കിട്ടും. ഓക്കെ, അങ്ങനെ എത്ര ലോങ് വാളുകളുണ്ട്, നമ്മളിതിന് ചുറ്റുമാണ് ചെയ്യുന്നത് അല്ലേ. ചുറ്റും ചെയ്യുമ്പോൾ ഒരു ലോങ് വാള് അടുത്ത ലോങ് വാള്, ഒരു ഷോർട്ട് വാള് അടുത്ത ഷോർട്ട് വാള്. അപ്പോൾ 4 വാളുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പാരപ്പറ്റ് ഇതിന് ചുറ്റുമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ലോങ് വാളിനും ഷോർട്ട് വാളിൽ ലോങ് ആയിട്ടുള്ള സെൻട്രൽ ലെങ്ത്ത് കിട്ടിയാൽ നമ്മളതിനെ ആഡ് ചെയ്യുക, രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിത് കിട്ടും ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് ഫോർ പാരപ്പറ്റ് വാൾ എന്നുള്ളത് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് നമുക്ക് നേരെ ക്വാണ്ടിറ്റി കാണാം. എങ്ങനെ ചെയ്തുള്ളതും കൂടി നോക്കാം. ഇത് ഇപ്പോൾ ക്വാണ്ടിറ്റി എഴുതുന്നതിന് മുന്നേ നമ്മൾ ഈ വാല്യൂസ് എഴുതി വയ്ക്കുക. നമുക്ക് നമ്മൾ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കാണുന്ന കാര്യങ്ങൾ മുന്നേ പറഞ്ഞിരുന്നു. വാളിൻ്റെ വരെയുള്ള സെൻട്രൽ ലെങ്ത്ത് കാണുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിയിരുന്നു.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാരപ്പറ്റിൻ്റെ കറസ്പോണ്ടിങ് ഉള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് 6 എന്ന് നമ്പർ ഇട്ടിട്ട് എഴുതിയുള്ളത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി എഴുതുന്നതിന് മുന്നേ, അതായത് കോളം വരച്ചിട്ട് നമ്മൾ എഴുതുന്നതിന് മുന്നേ ആയിട്ട് ഈ ഡീറ്റെയിൽ എഴുതുക. അതിനുശേഷം ആ കോളം കണ്ടിന്യൂ ചെയ്യുന്ന രീതിക്ക് ചെയ്യുക. ഓക്കെ, കോളം നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഏത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ കോളം നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം കോളം കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ ഒന്നിച്ച് വരയിട്ട് പോകാതെ അത് എഴുതിയതിന് ശേഷം കോളം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന രീതിക്ക് എഴുതുക. അപ്പോൾ നമ്മളിത് ഒന്നിച്ച് ആദ്യം ഇത്രയും ഡീറ്റെയിൽ നമ്മൾ ആദ്യം ഒന്നിച്ച് എഴുതി പോയാൽ എന്തിൻ്റെയാണ് ഏതിൻ്റെയാണ് നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഓരോന്ന് വരുമ്പോൾ ഓരോ ക്വാണ്ടിറ്റി വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് പാരപ്പറ്റ് വാളിന് ചെയ്തുള്ളത്. ആദ്യം എന്ത് ചെയ്തു, സെൻട്രൽ ലൈൻ ലെങ്ത് ഫോർ ഷോർട്ട് വാളിൻ്റെ ലെങ്ത്ത് കണ്ടു. അതിനോടുകൂടി പ്രൊജക്ഷൻ എൻഡ് ടു എൻഡ് ക്ലിയർ ഡിസ്റ്റൻസ് ഫോർ ഷോർട്ട് വാൾ പ്ലസ് എന്ത് ചെയ്തു, അതിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടു. അതാണ് ആദ്യം ചെയ്തത്. അതായത് വാളിൻ്റെ എൻഡിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടു. 6.8 മീറ്ററാണ് കിട്ടുന്നത് ഷോർട്ട് വാളിന് കറസ്പോണ്ടിങ് ആയിട്ട്. പിന്നെ എന്ത് ചെയ്തു, അതിനോടുകൂടി എന്ത് ചെയ്തു, 0.15 രണ്ട് സൈഡിൽ ആഡ് ചെയ്തു. അപ്പോൾ 7.1 എന്നുള്ള വാല്യൂ കിട്ടി. എല്ലാവരും കാണുന്നുണ്ടാവും, 7.1 എന്നുള്ള വാല്യൂ കിട്ടി. എന്താണത്, അത് സ്ലാബിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു. പിന്നെ എന്ത് ചെയ്യണം, അടുത്തായിട്ട് ചെയ്യുന്നതാണ് എന്താ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് പാരപ്പറ്റ്. അതായത് ഷോർട്ട് വാളിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടുകയാണ്. അതിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് 7.1 മീറ്ററാണ് നമുക്ക് കിട്ടി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അതിനോടുകൂടി എന്താണ്, 0.1ൻ്റെ ഹാഫ് രണ്ട് സൈഡിൽ മൈനസ് ചെയ്തു. 0.1ൻ്റെ ഹാഫ് രണ്ട് സൈഡിൽ മൈനസ് ചെയ്യുകയാണ് ചെയ്തത്. എന്തിനാണ്, ഷോർട്ട് വാളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടാൻ. അപ്പോൾ അത്ര കിട്ടി, നമുക്ക് 7 മീറ്റർ കിട്ടി. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ലോങ് വാളിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇത് ഇവിടെ ചെയ്യുന്നത് ആ ലോങ് വാളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടുകയാണ്, ലോങ് വാളിൻ്റെ ലെങ്ത്ത് പ്ലസ് പ്രൊജക്ഷൻ ചെയ്യുകയാണ് അല്ലേ. ആദ്യം ലോങ് വാളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ക്ലിയർ ഡിസ്റ്റൻസ് കണ്ടു 8.3. അതിനോടുകൂടി രണ്ട് സൈഡിലും പ്രൊജക്ഷൻ ആഡ് ചെയ്തു. 0.15 0.5 രണ്ട് സൈഡിൽ ആഡ് ചെയ്തു. അപ്പോൾ 8.6 കിട്ടി. ഇനി സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് പാരപ്പറ്റ് ലോങ് വാൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇപ്പോൾ കിട്ടിയ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ഓഫ് സ്ലാബിനോട് കൂടി എന്ത് ചെയ്തു, 0.1ൻ്റെ ഹാഫ് രണ്ട് സൈഡിലും മൈനസ് ചെയ്തു അല്ലേ. 8.3 മൈനസ് 0.1/2 മൈനസ് 0.1/2 രണ്ട് എൻഡിലും 0.1/2 നമ്മൾ മൈനസ് ചെയ്തു. അതായത് ഒരു 0.1 എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, രണ്ട് സൈഡിലും എന്ത് ചെയ്തു, 0.1ൻ്റെ ഹാഫ് രണ്ട് സൈഡിലും നമ്മൾ മൈനസ് ചെയ്തു. 8.6 ആണ് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എഴുതിയ വാല്യൂ ഇവിടെ 8.6 ആണ് കിട്ടിയത്. ഇവിടെ വരുന്ന വാല്യൂ എത്രയാണ്, 8.3 അല്ല ഈ വാല്യൂ, ഇത് 8.6 ആണ് ആ വാല്യൂ. അപ്പോൾ 8.6 മൈനസ് 0.1/2 മൈനസ് 0.1/2, അതായത് രണ്ട് പ്രാവശ്യം 0.1/2ൻ്റെ ഹാഫ് മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, 0.1 മൈനസ് ചെയ്യുക അല്ലേ. 8.6 നിന്ന് 0.1 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് 8.5 കിട്ടി അല്ലേ. അപ്പോൾ ആ ലെങ്ത്ത് 8.5 ആണെന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ രണ്ട് സെൻട്രൽ ലൈൻ ലെങ്ത്തുകൾ നമുക്ക് കിട്ടി എന്തിൻ്റെ, നമ്മളെ പാരപ്പറ്റ് വാളിൻ്റെ. അപ്പോൾ നമുക്ക് പാരപ്പറ്റ് വാളിൻ്റെ ടോട്ടൽ സെൻട്രൽ ലെങ്ത്ത് കണ്ടുപിടിക്കാമല്ലോ. രണ്ട് ലോങ് വാളിനും ഷോർട്ട് വാളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പാരപ്പറ്റ് വാളിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷനിലേക്ക് പോവാം. നോക്കുക, നമ്മൾ നേരത്തെ ആദ്യം ചെയ്തുള്ളത് 6 നമ്പർ ഇട്ട് ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്കാണ് ചെയ്തുള്ളത്. ഇനി നമ്മൾ 7ാമത്തെ നമ്പർ ചെയ്യുക, നമ്മൾ അടുത്ത ക്വാണ്ടിറ്റിയാണ് കാണാൻ പോകുന്നത്. കോളം എങ്ങനെയാണ് നമ്മൾ വരച്ചുള്ള ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ മുന്നേ ആയിട്ട് പാരപ്പറ്റ് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കാണുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക. അതിനുശേഷം 7ാമത്തെ നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് ഫോർ പാരപ്പറ്റ് വാൾ. ഓക്കെ, അപ്പോൾ പാരപ്പറ്റ് വാളിൻ്റെ ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് അതിന് വേണ്ടത്, നമുക്ക് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്താണ് വേണ്ടത്. ടോട്ടൽ സെൻട്രൽ ലെങ്ത് ആയതുകൊണ്ട് ക്വാണ്ടിറ്റി എത്ര, എണ്ണ എത്ര, 1 ടോട്ടലായിട്ടുള്ള ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത്. ടോട്ടൽ ലെങ്ത്ത് എത്ര ചെയ്തു, 31 ചെയ്തു. എങ്ങനെ 31 എങ്ങനെ കിട്ടി, ആ കാര്യങ്ങൾ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ആ കാര്യങ്ങൾ, എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്, എങ്ങനെയാണ് കിട്ടിയുള്ളത്, ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് 2 × 8.5 + 7. എന്തായിരുന്നു 8.5, ലോങ് വാളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ലൈൻ ലെങ്ത്ത്. 7 എന്തായിരുന്നു, ഷോർട്ട് വാളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ലൈൻ ലെങ്ത്ത്. അപ്പോൾ 2 × 8.5 + 7 ചെയ്തെന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് 31 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എത്ര എഴുതാം, 31 എന്ന് എഴുതാം. പിന്നെ അടുത്ത അതിൻ്റെ വിടുത്ത് എഴുതി. എത്രയായിരുന്നു വിടുത്ത് 1 ആയിരുന്നു, 1 മീറ്റർ ആയിരുന്നു വിടുത്ത്. അപ്പോൾ 1 വിടുത്ത് എഴുതി. ഇനി അതിൻ്റെ ഹൈറ്റ് എത്രയായിരുന്നു,
0.6 ആയിരുന്നു പാരപ്പറ്റ് വാളിൻ്റെ ഹൈറ്റ് അല്ലേ, അതും നമുക്ക് സെക്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും നമുക്ക് എത്ര M³ ആണ് മേസൺറി വർക്ക് ഫോർ പാരപ്പറ്റ് വാൾ ചെയ്യുന്നത് നമുക്ക് കിട്ടും. അത് ഈ വാല്യൂസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.86 M³ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. നമുക്കിത് മേസൺറി വർക്കാണ് ചെയ്യുമെങ്കിൽ കൂടി പാരപ്പറ്റ് വാൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക. അത് റൂഫിൻ്റെ മുകളിൽ ചെയ്യുന്നതാണ്. അതിന് ഉള്ള റേറ്റ് കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും, അതിൻ്റെ വിടുത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേറെ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ എഴുതി. ഓക്കെ, ഇനി അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ മേസൺറി വർക്കിൻ്റെ കാര്യങ്ങൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കോൺക്രീറ്റ് വർക്കുകളാണ് വിട്ടുപോയിട്ടുള്ളത്. കോൺക്രീറ്റ് വർക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ. ഇടയിൽ എന്തൊക്കെ വിട്ടുപോയി, നമ്മൾ മേസൺറി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലിൻഡൽ കൊടുക്കുന്നുണ്ട്. എന്തായിരുന്നു ലിൻഡൽ? ഓപ്പണിങ്സിൻ്റെ മേലെ കൊടുക്കുന്ന കോൺക്രീറ്റിൻ്റെ ബീമാണ് ലിൻഡൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ത്രൂ ഔട്ട് വാളിൽ എന്ത് ചെയ്യും, എല്ലാ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യും, ലിൻഡൽ കൊടുക്കും. അതുകൊണ്ട് ആ ലെങ്ത്ത് നമ്മൾ മൈനസ് ചെയ്തിരുന്നു മേസൺറി കണ്ടുപിടിച്ചപ്പോൾ, മേസൺറി കാൽക്കുലേഷൻ ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ അടുത്ത RCCൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻസാണ് നമ്മൾ ചെയ്യുന്നത്. 8ാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് RCC ആണ്. അതിൽ 3 ക്വാണ്ടിറ്റീസ് നമുക്ക് കാണേണ്ടത്. എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് RCC ഫോർ ലിൻഡൽ, അതേപോലെ RCC ഓഫ് സൺഷെയ്ഡ്, RCC ഓഫ് സൺഷെയ്ഡിൻ്റെ ക്വാണ്ടിറ്റി, അതേമാതിരി മെയിൻ സ്ലാബിൻ്റെ അല്ലെ റൂഫ് സ്ലാബിൻ്റെ RCC കാൽക്കുലേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ലിൻഡലിൻ്റെ ക്വാണ്ടിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലിൻഡലിൻ്റെ ക്വാണ്ടിറ്റി കാണുന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വരാല്ല. ലിൻഡൽ എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്? വാളിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് അതിൻ്റെ വിടുത്ത്? എത്രയാണോ വാളിൻ്റെ വിടുത്ത് അത് തന്നെയാണ് ലിൻഡലിൻ്റെ വിടുത്തായിട്ട് കൊടുക്കുക. വാളിൻ്റെ വിടുത്ത് എത്രയായിരുന്നു? 0.2 ആയിരുന്നു വാളിൻ്റെ വിടുത്ത്. അപ്പോൾ അത്രയും വിടുത്തിൽ തന്നെയാണ് നമ്മൾ ലിൻഡലിന് കൊടുക്കുക. അപ്പോൾ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ലിൻഡൽ നമ്മൾ കാണുകയാണെങ്കിൽ എന്തായിരിക്കും? എന്താണോ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് വാൾ നമ്മൾ കണ്ടത് അത് തന്നെയായിരിക്കും സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ലിൻഡൽ നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താ? രണ്ടിൻ്റെ വിടുത്ത് സെയിം ആണ് അല്ലേ. നമുക്കറിയാം ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് -NB/2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് T ജംഗ്ഷൻസ്, B എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഓഫ് വർക്ക് /2. അതാണ് നമ്മൾ ചെയ്തിരുന്നത്. അതിൽ B സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ലൈൻ ലെങ്ത്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ലിൻഡലിൻ്റെ കേസിൽ എന്താണോ വാളിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് അത് തന്നെയായിരിക്കും എന്ത്? ലിൻഡലിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം സെൻട്രൽ ലൈൻ ലെങ്ത്ത് കണ്ട സമയത്ത് വാളിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സെൻട്രൽ ലെങ്ത്ത് ഓഫ് വാൾ എന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്ത് വാൾ ആൻഡ് ലിൻഡൽ എന്നും കൂടി എഴുതി വെച്ചാൽ നല്ലതാണ് അല്ലേ. കാരണം എന്താ? നമ്മൾ ലിൻഡലിൻ്റെയും കൂടിയാണ് സെൻട്രൽ ലെങ്ത്ത് കണ്ടുള്ളത്, അതിനും സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ലിൻഡലാണ് കാണുന്നത്. അത് ടോട്ടൽ സെൻട്രൽ ലെങ്ത്ത് കണ്ടതായത് എന്തുകൊണ്ടാണ് അത് ടോട്ടലായിട്ട് കാണാൻ പറ്റുന്നത്? നമ്മൾ വാളിന് ത്രൂ ഔട്ടായിട്ട് നമ്മൾ ലിൻഡൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ ഡോറിൻ്റെയോ വിൻഡോൻ്റെയോ മുകളിൽ മാത്രമായിട്ട് നമ്മൾ ലിൻഡൽ കൊടുക്കുകയാണെങ്കിൽ ആക്ച്വൽ പർപ്പസ് നമുക്ക് അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒന്നുകൂടി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് കൊടുക്കും അല്ലേ വാളിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മൾ ത്രൂ ഔട്ട് ആയതുകൊണ്ട് നമുക്ക് ഒന്നിച്ചുള്ള സെൻട്രൽ ലൈൻ ലെങ്ത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്പേഴ്സ് ടോട്ടൽ ആയതുകൊണ്ട് 1 നമ്പർ എണ്ണാണുള്ളത്. അതേപോലെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് എന്താണ്? വാളിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്തിന് സെയിം തന്നെയാണ് വരിക, 48.8. അത് തന്നെയല്ലേ നമ്മൾ കൊടുത്തതെന്ന് ചെക്ക് ചെയ്യുക. പക്ഷേ ഡെപ്ത്ത് ബ്രെഡ്ത്ത് എല്ലാം വ്യത്യാസം വരും അല്ലേ. എത്ര നമുക്ക് സെക്ഷൻ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും എത്ര ഹൈറ്റിലാണ് അല്ലെങ്കിൽ എത്ര ബ്രെഡ്ത്തിലാണ് കൊടുത്തുള്ളത്. ബ്രെഡ്ത്ത് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കുന്നത് വാളിൻ്റെ എത്രയാണോ ബ്രെഡ്ത്ത് അത് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ലിൻഡലിൻ്റെയും ബ്രെഡ്ത്ത് കൊടുക്കേണ്ടത് അല്ലേ. 0.2 മീറ്റർ തന്നെയാണ് ബ്രെഡ്ത്ത്. പിന്നെ അതിൻ്റെ ഹൈറ്റ് നമ്മൾ 15 സെൻറ്റിമീറ്ററാണ് യൂഷ്വലി ലിൻഡൽ കൊടുക്കുക. അത് സെക്ഷനിൽ കാണിച്ചിട്ടുണ്ട് 0.15 ആണ് അതിൻ്റെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ 1 × 48.8 × 0.2 × 0.15 ചെയ്താൽ നമുക്ക് ലിൻഡലിൻ്റെ RCCയുടെ ക്വാണ്ടിറ്റി കിട്ടി. എത്ര? 1.46 M³ എന്ന് നമുക്ക് ലിൻഡലിൻ്റെ RCCയുടെ ക്വാണ്ടിറ്റി കിട്ടി. അപ്പോൾ നമ്മൾ റീഇൻഫോഴ്സ് സിമെൻറ്റ് കോൺക്രീറ്റിലെ ആദ്യത്തെ 3 നമുക്ക് കാണേണ്ടത് ഒന്ന് ലിൻഡൽ, സൺഷെയ്ഡ്, അതായത് മെയിൻ സ്ലാബ്. അതിൽ ലിൻഡലിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കിട്ടി. വളരെ എളുപ്പമാണ്. എത്രയാണോ നമ്മളെ വാളിൻ്റെ സെൻട്രൽ ലെങ്ത്ത് കണ്ടത് സെയിം തന്നെയാണ്. അതിനോടുകൂടി നമ്മളതിൻ്റെ ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും. അത് എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത RCC ക്വാണ്ടിറ്റിയിലേക്ക് പോവുകയാണ്. RCCയിൽ നമ്മൾ ഒന്നാമത് ചെയ്ത് ഇതിന് വേണമെങ്കിൽ 8ാമത്തെ നമ്പറായിട്ട് നമുക്ക് RCC ക്വാണ്ടിറ്റീസ് എന്ന് പ്രത്യേക ഹെഡിങ് കൊടുത്തിട്ട് അതിൽ ABC എന്ന് എഴുതിയിട്ട് ക്വാണ്ടിറ്റി ഓഫ് RCC ലിൻഡൽ, ക്വാണ്ടിറ്റി ഓഫ് RCC ഓഫ് സൺഷെയ്ഡ് അങ്ങനെ നമുക്ക് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ. നമ്മൾ ഒരേ ക്വാണ്ടിറ്റി ആയിട്ട് ഒന്നിച്ച് എഴുതാണ്. അടുത്ത് നമ്മൾ 8ൽ B ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് RCC ഫോർ സൺഷെയ്ഡ്. സൺഷെയ്ഡിൻ്റെ RCC കാണുകയാണ്. ഇവിടെ നമ്മൾ സൺഷെയ്ഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ത്രൂ ഔട്ട് നമ്മൾ
ചുമരിന് ചുറ്റുമായിട്ട് നമ്മൾ സൺഷെയ്ഡ് കൊടുക്കുക. പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിക്ക് ചുമരിന് ചുറ്റുമായിട്ട് നമ്മൾ സൺഷെയ്ഡ് കൊടുക്കുക എന്നുള്ള രീതിക്കാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും നല്ല സേഫ് ഏതാണ്? അങ്ങനെ ചുറ്റും നമ്മൾ സൺഷെയ്ഡ് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം നമ്മളെ പുതിയ സ്റ്റൈലുകളിലൊക്കെ നമ്മൾ വീടിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, വിൻഡോൻ്റെ മുകളിൽ മാത്രമായിട്ട് സൺഷെയ്ഡ് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈനിൽ സൺഷെയ്ഡ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ നമ്മളവിടെ സിമ്പിൾ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ആയതുകൊണ്ട് അങ്ങനത്തെ കൺസിഡറേഷൻ നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ത്രൂ ഔട്ട് വാളിന് ചുറ്റുമായിട്ട് സൺഷെയ്ഡ് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്ത് വേണം? അതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമുക്ക് കിട്ടണം അല്ലേ? ത്രൂ ഔട്ട് നമ്മൾ വാളിന് ചുറ്റും കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് എത്രയെന്നുള്ളത് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമ്മളെ സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മളെ സെക്ഷനിൽ നമുക്ക് സൺഷെയ്ഡ് കാണാൻ പറ്റും. ഇവിടെ ഈ ഭാഗത്താണ് നമ്മളെ സൺഷെയ്ഡ് വരുന്നത്. ഇതാണ് നമ്മളെ സൺഷെയ്ഡ് അല്ലേ? ഇത്രയാണ് നമ്മൾ സൺഷെയ്ഡ് വരുന്നത്. 2 അടി 0.6 മീറ്ററോളം നമ്മൾ എന്ത് ചെയ്യും, അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കും. സൺഷെയ്ഡ് നമ്മൾ കണ്ടു. ബോട്ടം അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, ഗ്രൗണ്ട് ലെവലിൽ നമ്മളെ പ്ലെന്ത് ലെവലിൽ നിന്ന് 2 മീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സൺഷെയ്ഡിൽ നിന്ന് നമ്മളെ സെക്ഷനിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ? 2 മീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്, സെക്ഷനിൽ കാണിച്ചിരിക്കുന്നു. അതേപോലെ അതിൻ്റെ പ്രൊജക്ഷൻ ഇവിടെ കാണിച്ചിട്ടില്ല, എത്രയാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് സാധാരണ കാണിക്കാറുണ്ട് 0.6 മീറ്റർ അല്ലെങ്കിൽ 2 അടിയാണ് നമ്മൾ എന്ത് ചെയ്ത് പുറത്തേക്ക് യൂഷ്വലി പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കാം. ചില കേസിൽ നമുക്ക് ഭംഗിക്ക് വേണ്ടി നമ്മൾ കൂടുതൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 0.6 ആണ് പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കുക. അതേപോലെ അതിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി 0.9 കൊടുത്തിട്ടുണ്ട്. ഇവിടെ 0.9 അല്ല 0.1 ആണ്. 0.1 അത് 10 സെൻറ്റിമീറ്ററൊക്കെയാണ് നമ്മളതിൻ്റെ തിക്നെസ് കൊടുക്കുക. 0.1 മീറ്റർ അല്ലേ? 0.1 മീറ്ററാണ് അതിൻ്റെ തിക്നെസ്സായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് 0.6 മീറ്ററും തിക്നെസ് 0.1 മീറ്ററുമാണെന്ന് നമുക്ക് സെക്ഷനിൽ നിന്നുണ്ടാവും. ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെ ഉള്ളത് റൈറ്റിങ്ങിൽ വരുന്ന മിസ്റ്റേക്കാണ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സൺഷെയ്ഡിൻ്റെ ആണ് നമ്മൾ കാണുന്നത്. സൺഷെയ്ഡിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 0.6 ആണ്. അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെക്ഷനിൽ നിന്ന് കിട്ടും. ഇത് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? അതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്താണ് നമുക്ക് മെയിനായിട്ട് കിട്ടേണ്ടത് അല്ലേ? ഇപ്പോൾ നമ്മൾ പാരപ്പറ്റിൻ്റെ പറഞ്ഞ പോലെ തന്നെ എന്താ ചെയ്യുന്നത്? ത്രൂ ഔട്ട് വാളിന് ചുറ്റുമായിട്ടല്ലേ, വാളിന് ചുറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സൺഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ ലോങ് വാളിൻ്റെയും ഷോർട്ട് വാളിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ലൈൻ ലെങ്ത്തുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൻട്രൽ ലൈൻ ലെങ്ത് എടുത്താൽ നമുക്ക് മൊത്തത്തിലുള്ള സൺഷെയ്ഡിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത് കാണാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കാം, വാളിൽ നിന്നാണ് പ്രൊജക്ഷൻ വന്നിരിക്കുന്നത് അല്ലേ? വാളിൽ നിന്നാണ് പ്രൊജക്ഷൻ, വാളിൽ നിന്നാണ് 0.6 പ്രൊജക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് സൺഷെയ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ, അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ പാരപ്പറ്റിൻ്റെ ക്വാണ്ടിറ്റി കാണാൻ വേണ്ടി വാളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ലോങ് വാളിനും ഷോർട്ട് വാളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഷോർട്ട് വാളിന് കറസ്പോണ്ടിങ് ആയിട്ട് 7.1 മീറ്റർ എന്നും അതേപോലെ ലോങ് വാളിന് കറസ്പോണ്ടിങ് ആയിട്ട് 8.6 മീറ്റർ എന്നും, അത് എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ആയിരുന്നു. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് വാളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് സ്ലാബിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ആയിരുന്നു. ആ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് എന്ത് മതി? വാളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് കണ്ടാൽ മതി. നമ്മൾ ഓൾറെഡി ഷോർട്ട് വാളിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടിരുന്നു വാളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് അല്ലേ? 3 ചുമരുകളുണ്ട്, അതിൻ്റെ വിഡ്ത്ത് കൂട്ടി അതിൽ റൂം ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിരുന്നു? റൂമിൻ്റെ വാളിൻ്റെ എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടിയിരുന്നു. ആ വാളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് 0.6 ആണ് പിന്നെ പ്രൊജക്ഷൻ വരുന്നത്. ആ 0.6ൻ്റെ ഹാഫും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ 0.6 ആണ് വരുന്നത്. 0.6ൻ്റെ ഹാഫും കൂടി ലിൻഡലിൻ്റെ 0.6ൻ്റെ ഹാഫും കൂടി നമ്മൾ വാളിൽ നിന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് സൺഷെയ്ഡിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടുമല്ലോ അല്ലേ? അതേപോലെ ലോങ് വാളിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ വാളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ഓൾറെഡി നമ്മളടുത്ത് കണ്ടതുണ്ട്. വാളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ആഡ് ചെയ്യുക. അതിനോടുകൂടി സൺഷെയ്ഡിൻ്റെ ഹാഫ് നമ്മൾ എന്ത് ചെയ്യുക? 2 സൈഡിൽ ആഡ് ചെയ്യുക. സൺഷെയ്ഡിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 0.6 മീറ്ററാണ് അതിൻ്റെ വിഡ്ത്ത്. അതുകൊണ്ട് 0.3 മീറ്റർ അതിൻ്റെ 2 എൻഡിൽ നമുക്ക് ആഡ് ചെയ്ത് എന്ത് കിട്ടും? സൺഷെയ്ഡിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടും ത്രൂ ഔട്ട് 2 വാളിന് ചുമരിന് ചുറ്റുമായിട്ട് അല്ലേ? അപ്പോൾ 2 ലോങ് വാളിനും ഷോർട്ട് വാളിനും കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടിയാൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ
സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. എന്തിന് റെസ്പോണ്ടിങ് ആയിട്ട്? സൺഷെയ്ഡിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതങ്ങനെ കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വാല്യൂസാണ് പറയുന്നത്. അടുത്തത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഫോർ സൺഷെയ്ഡ് നമ്മൾ കാണുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ക്ലിയർ ഡിസ്റ്റൻസ് ഓഫ് ഷോർട്ട് വാൾ നോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് എൻഡിലും 0.3 ആഡ് ചെയ്യണം. അല്ല, ഇവിടെ ചെയ്തിരിക്കുന്നു ആദ്യം ഷോർട്ട് വാളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ആണ് കണ്ടിരിക്കുന്നത്. എന്താണ്? 0.2 പ്ലസ് 3.3 പ്ലസ് 0.2 പ്ലസ് 2.9 പ്ലസ് 0.2 അല്ലേ? ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ലെങ്ത്ത് ബൈ ബെഡ്റൂമിൽ വാളിൻ്റെ വിടുത്ത് 0.2 പ്ലസ് ബെഡ്റൂമിൻ്റെ 3.3, വീണ്ടും വാൾ വരുന്നു 0.2, വീണ്ടും ഹാളിൻ്റെ ഡയമെൻഷൻ വരുന്നു 2.9 പ്ലസ് വീണ്ടും വാൾ വരുന്നു 0.2. ഇത്ര ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വാളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് കിട്ടി അല്ലേ? ഈ വാളിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസിനോട് രണ്ട് എൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം? 0.3 ആഡ് ചെയ്യണം. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു 0.3 നമ്മൾ പറഞ്ഞു? എന്തായിരുന്നു 0.3? സൺഷെയ്ഡിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫ്, വിഡ്ത്ത് എത്രയായിരുന്നു? 0.6 മീറ്റർ ആയിരുന്നു. അതിൻ്റെ ഹാഫ് 0.3 മീറ്റർ. അത് നമ്മൾ രണ്ട് എൻഡിൽ നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ? 6.8 പ്ലസ് 0.3 പ്ലസ് 0.3. ഈ 6.8 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. മുകളിൽ ലിൻഡലിന് വേണ്ടി പാരപ്പറ്റ് വാളിന് വേണ്ടിയിട്ട് നമ്മൾ ആ 6.8 എന്നുള്ള വാല്യൂ നമ്മൾ ഓൾറെഡി മുകളിൽ കണ്ടുപിടിച്ചാണ്. അവിടെ നമ്മൾ എടുത്ത് എഴുതിയാലും മതി അല്ലേ? അത് നമ്മൾ വീണ്ടും ഇവിടെ എഴുതി വെച്ചു എന്നുള്ളൂ. അപ്പോൾ 6.8 പ്ലസ് 0.3 പ്ലസ് 0.3 ചെയ്യുമ്പോൾ 7.4 മീറ്റർ എന്ന് കിട്ടും. അതായത് സെൻട്രൽ ലൈൻ ലെങ്ത് അലോങ് ഷോർട്ട് വാൾ ഫോർ സൺഷെയ്ഡ് നമുക്ക് കിട്ടും 7.4 കിട്ടും. ഓക്കെ, ഇതേപോലെ എന്ത് വേണം നമുക്ക്? സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് സൺഷെയ്ഡ് ലോങ് വാൾ നമുക്ക് വേണം അല്ലേ? ലോങ് വാളിന് ലോങ് ആയിട്ടും വേണം. അടുത്തായിട്ട് നമ്മൾ എഴുതുന്നത് അതാണ്. അടുത്തായിട്ട് നമ്മൾ എഴുതുന്നത് ഡിസ്റ്റൻസ് ഓഫ് ഇങ്ങനെ എഴുതാം. CL എന്ന് എഴുതിയാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് ഓഫ് ലോങ് വാൾ ഫോർ സൺഷെയ്ഡ് സ്ലാബ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചുള്ളത് എഴുതിയത്. സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് ഓഫ് സൺഷെയ്ഡ് സ്ലാബ് അലോങ് ലോങ് വാൾ, അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അത് നമുക്ക് എന്താ എഴുതാം? നമ്മൾ ഓൾറെഡി 8.3 അതിൻ്റെ വാളിൻ്റെ ഇന്നർ ഡയമെൻഷൻ 8.3 ആണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. നമ്മൾ ഓൾറെഡി മുകളിൽ 8.3 എന്നുള്ള വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ പാരപ്പറ്റിന് വേണ്ടി കണ്ടുപിടിച്ചാണ് വാളിൻ്റെ ഇന്നർ ഡയമെൻഷൻ. അതന്നെ എടുത്ത് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി മുകളിൽ ചെയ്തപ്പോൾ നമുക്ക് ചെയ്യാനും പറ്റും. വാളിൻ്റെ ഇന്നർ ഡയമെൻഷൻസും അതേമാതിരി റൂമിൻ്റെ ഡയമെൻഷൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. പ്ലാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ 8.3 ആയിരുന്നു. ഓൾറെഡി കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഇവിടെ എടുത്ത് എഴുതാണ് 8.3 പ്ലസ് എന്താ ചെയ്യേണ്ടത്? സൺഷെയ്ഡിൻ്റെ ഹാഫ് രണ്ട് എൻഡിലും അല്ലേ? 8.3 പ്ലസ് 0.3 പ്ലസ് 0.3 8.9 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് അത്? സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് ഫോർ സൺഷെയ്ഡ് സ്ലാബ് അലോങ് ലോങ് സ്പാൻ. അപ്പോൾ രണ്ട് എൻഡിലുള്ള ലോങ് ഷോർട്ട് വാളും ലോങ് ഷോർട്ട് സ്പാനിലും ലോങ് സ്പാനിലുള്ള സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമുക്ക് കിട്ടി. ഇവിടെ ടോട്ടൽ സെൻട്രൽ ലെങ്ത്തും കൂടി എഴുതുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കാണിച്ചാൽ നല്ലതാണ്. ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് ഓഫ് സൺഷെയ്ഡ് സ്ലാബ് എന്നുള്ളത് എന്താണ്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2 × 7.4 പ്ലസ് 8.9 അല്ല, നമുക്കിവിടെ 8.9 കിട്ടി ലോങ് സ്പാൻ അലോങ് ആയിട്ട്, 7.4 കിട്ടി ഷോർട്ട് സ്പാൻ അലോങ് ആയിട്ട്. അത് രണ്ട് ആഡ് ചെയ്യുക, രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തുകൊണ്ട് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം? രണ്ട് ലോങ് വാളുകളും രണ്ട് ഷോർട്ട് വാളുകളാണ് പുറത്തെ വാൾ നോക്കുമ്പോൾ നമുക്കുള്ളത് അല്ല. അതുകൊണ്ട് × 2 ചെയ്തു. അപ്പോൾ 32.6 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. എന്തിനു വേണ്ടിയിട്ട്? സൺഷെയ്ഡിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നേരെ ആ ക്വാണ്ടിറ്റി നമുക്ക് കാണാമല്ലോ. അപ്പോൾ നമ്മൾ നേരെ സൺഷെയ്ഡിൻ്റെ ക്വാണ്ടിറ്റി ആണ് നമുക്ക് എന്ത് കിട്ടി? സെൻട്രൽ ലെങ്ത് നമുക്ക് കിട്ടി. എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് റിമാർക്സിൽ നമ്മൾ എഴുതി വെച്ചിട്ടില്ല എങ്ങനെ കിട്ടിയെന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ അതിന് മുകളിൽ എഴുതണം. അതിന് ശേഷം വേണം നമ്മളെ ക്വാണ്ടിറ്റി എഴുതാനായിട്ട്. അപ്പോൾ RCC സൺഷെയ്ഡിൻ്റെ കാണുന്നത് നമ്മൾ ടോട്ടൽ സെൻട്രൽ ലെങ്ത് വേണ്ട ക്വാണ്ടിറ്റി 1 ആണ്. അതിൻ്റെ സെൻട്രൽ ലെങ്ത് നമുക്ക് കിട്ടിയത് 32.6 ആണ്. അതിൻ്റെ വിഡ്ത്ത് പറഞ്ഞാൽ 0.6 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 0.1 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.956 m³ എന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക്, അത്ര m³ ആണ് അതിൻ്റെ ക്വാണ്ടിറ്റി എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായി? ക്വാണ്ടിറ്റി ഓഫ് RCC സൺഷെയ്ഡിൻ്റെ ക്വാണ്ടിറ്റി നമുക്കായി. ത്രൂ ഔട്ട് ചുറ്റും വരുന്ന സമയത്തുള്ള സൺഷെയ്ഡിൻ്റെ ക്വാണ്ടിറ്റി. ഇനി ഓരോന്ന് പീസായിട്ടാണെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെ ആയിട്ട് ക്വാണ്ടിറ്റി കാണണമായിരുന്നു. ഒരേ ഡയമെൻഷൻ ഉള്ളത് എത്ര നമ്പേഴ്സായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാമായിരുന്നു അല്ല. ഇവിടെ ത്രൂ ഔട്ടുള്ള രീതിക്കുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരാറുള്ളത്. അപ്പോൾ അത് ആ രീതിക്കുള്ള കാണുകയാണ്, സെൻട്രൽ ലെങ്ത്ത് കണ്ടിട്ട് കാണുകയാണ് നമുക്ക്
ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ആ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അടുത്ത RCCയിലെ ക്വാണ്ടിറ്റി നമുക്ക് കാണുള്ളത് ക്വാണ്ടിറ്റി ഓഫ് RCC ഫോർ റൂഫ് സ്ലാബാണ്. അടുത്ത നമ്മുടെ കാണാൻ പോകുന്ന ക്വാണ്ടിറ്റി എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് RCC ഫോർ റൂഫ് സ്ലാബാണ്. അപ്പോൾ 8ാമത്തെ ക്വാണ്ടിറ്റി RCC ആണ്. അതിൽ 3 ക്വാണ്ടിറ്റീസാണ് നമുക്ക് കാണാനുള്ളത്. ഒന്ന് നമ്മൾ കണ്ടു ലിൻഡിൽ, ഒന്ന് നമ്മൾ കണ്ടു സൺഷെയ്ഡ്, അടുത്ത് നമ്മൾ കാണുന്നു റൂഫ് സ്ലാബ്. റൂഫ് സ്ലാബിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ കാണേണ്ടി വരും? റൂഫ് സ്ലാബിൻ്റെ ക്വാണ്ടിറ്റി, അപ്പോൾ റൂഫ് സ്ലാബ് എന്ന് പറഞ്ഞാൽ മുകളിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു സ്ലാബാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്, വലിയൊരു സ്ലാബ് അല്ലേ, വലിയൊരു തിക്നെസ്സുള്ള സാധനം നമ്മൾ ഒരു മുകളിലായിട്ട് വെക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആവും നമ്മൾ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അതിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചാണ്. തിക്നെസ് ഓൾറെഡി നമുക്ക് സെക്ഷനിൽ തന്നിട്ടും ഉണ്ടാവും. റൂഫ് സ്ലാബിൻ്റെ ക്വാണ്ടിറ്റി കാണുന്നതിൻ്റെ കേസുകൾ ഓൾറെഡി നമുക്ക് തന്നാണെങ്കിൽ കൂടി ഒരിക്കൽ കൂടി പറയുകയാണ്. അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്ന കാര്യം നമുക്ക് എന്താ വേണ്ടത്? ഔട്ടർ ഡിസ്റ്റൻസ് ടു പ്ലസ് പ്രൊജക്ഷൻ അല്ലേ. നമ്മൾ വാളിൻ്റെ ഔട്ടർ ഡിസ്റ്റൻസ് പ്ലസ് പ്രൊജക്ഷൻ ചെയ്താലാണ് അതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് കിട്ടുക അല്ലേ. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പാരപ്പറ്റ് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെൻറ്റർ ലൈൻ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് 2 ഡയമെൻഷനിലും ലോങ് വാളിനെ ലോങ് ആയിട്ടും ഷോർട്ട് വാളിനെ ലോങ് ആയിട്ടും എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ സ്ലാബിൻ്റെ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസുകൾ നമ്മൾ കണ്ടുപിടിച്ചു. അതുതന്നെയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ സ്ക്വയർ ആയിട്ടുള്ളൊരു പീസ്, റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഒരു പീസാണ് അവിടെ കിടക്കുന്നത്. ആ പീസിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഡെപ്ത്ത് നമുക്ക് ഓൾറെഡി ഗിവൺ ആയിരിക്കും 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.1 മീറ്റർ എന്നാണ് സെക്ഷനിൽ നമുക്ക് സെക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത്രയാണ് അതിൻ്റെ ഡെപ്ത്ത് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലോങ് വാളിനെ ലോങ് ആയിട്ടും അതായത് ഷോർട്ട് വാളിനെ ലോങ് ആയിട്ടും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്താണ്? ഔട്ടർ ഡിസ്റ്റൻസ് പ്ലസ് പ്രൊജക്ഷൻ അല്ലേ. പ്രൊജക്ഷൻ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ എന്ന് സെക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. 0.1 മീറ്റർ. അപ്പോൾ 2 എൻഡിൽ എന്ത് ചെയ്തു? പ്രൊജക്ഷൻ ആഡ് ചെയ്തു. അപ്പോൾ ലോങ് വാളിനെ ലോങ് ആയിട്ട് എന്ത് ചെയ്തു? 7.1 എന്നും ഷോർട്ട് വാൾ ലോങ് വാളിനെ ലോങ് ആയിട്ട് 8.6 എന്നും ഷോർട്ട് വാളിനെ ലോങ് ആയിട്ട് 7.1 എന്നും കിട്ടി. അതെന്താണ്? മുകളിലെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് കിട്ടി. അതിൻ്റെ വോളിയമാണ് നമുക്ക് കാണേണ്ടത്. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ തിക്നെസ് ചെയ്താൽ മതി. തിക്നെസ് എത്രയാണ്? 0.1 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ചെയ്ത കാര്യമാണ്. ഇത് രണ്ടും ഒരിക്കൽ കൂടി എഴുതി വെച്ചു എന്നുള്ളൂ. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് റൂഫ് സ്ലാബിന് വേണ്ടി നമ്മൾ പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് ഇൻറ്റു 8.6 ഇൻറ്റു 7.1 ഇൻറ്റു 0.1 ചെയ്താൽ എന്ത് കിട്ടും? റൂഫ് സ്ലാബിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് എന്താണ്? റൂഫ് സ്ലാബിൻ്റെ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് കാര്യങ്ങൾ എന്നുള്ളത്. ക്വാണ്ടിറ്റി ഓഫ് RCC ഫോർ റൂഫ് സ്ലാബ് നമ്മൾ എഴുതി. അത് മൊത്തമായിട്ട് വലിയൊരു പ്ലെയിൻ ആയിട്ടുള്ള സാധനമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് 1 എഴുതി. അതിൻ്റെ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചു ഇപ്പോൾ 8.6. അതിൻ്റെ ബ്രെഡ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചു 7.1. തിക്നെസ് നമുക്കറിയാം എത്രയാണ്? 0.1 10 സെൻറ്റിമീറ്റർ നമുക്ക് സെക്ഷനിൽ തന്നിട്ടുണ്ട്. 10 സെൻറ്റിമീറ്ററിൻ്റെ സ്ലാബാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 8.6 ഇൻറ്റു 7.1 ഇൻറ്റു 1 ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള റൂഫ് സ്ലാബിൻ്റെ ആ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലായതുകൊണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പിലായതുകൊണ്ട് നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. കട്ടിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പീസായിട്ട് ചെറിയ റെക്റ്റാങ്കിൾസ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഇവിടെ ഒന്നിച്ചായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ക്വാണ്ടിറ്റി കാണാം. അപ്പോൾ 8.6 ഇൻറ്റു 7.1 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 6.106 m³ എന്ന് നമുക്ക് ക്വാണ്ടിറ്റി വരും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? 3 ക്വാണ്ടിറ്റി ഓഫ് RCC കണ്ടു. ഈ RCC ക്വാണ്ടിറ്റികളെല്ലാം ഒന്നിച്ച് നമ്മൾ ആഡ് ചെയ്ത് ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ 9.526 m³. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന് വേണ്ടിയിട്ട് 9.526 m³ ആണ് നമുക്ക് RCC ക്വാണ്ടിറ്റി വരുന്നത്. അത്രയും m³ ആണ് RCC ക്വാണ്ടിറ്റി വരുന്നത്. അത് വോളിയത്തിലാണ് നമ്മൾ കണ്ടതെന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെന്തായി മെയിൻ സ്ട്രക്ചേഴ്സിൻ്റെ എല്ലാം മെയിൻ സ്ട്രക്ചർ വരെ ടോപ്പിൽ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ക്വാണ്ടിറ്റി കണ്ടു. ഇനി നമ്മൾ ഫിനിഷിംഗ് വർക്കായിട്ട് വരുന്ന കാര്യങ്ങളിലേക്കാണ് അടുത്തായിട്ട് കടക്കുന്നത്. അടുത്ത നമ്പർ നമ്മൾ കൊടുത്തു. ഒമ്പതാമത്തെ നമ്പർ നമ്മൾ കൊടുത്തു. എന്താണ്? ഫ്ലോറിങ് മെറ്റീരിയൽസ്. അപ്പോൾ ഒരു റൂം അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ വീട് നമ്മൾ ഫ്ലോർ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇത് ഏത് മെറ്റീരിയലാണുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇനിയും വഴിയെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഫ്ലോറിങ്ങിൻ്റെ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ ജസ്റ്റ്
നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ ജസ്റ്റ് ഫ്ലോറിങ്ങിൻ്റെ ഏത് ഫ്ലോറിംഗ് ആണെങ്കിലും അതിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ മൊത്തമായിട്ടുള്ള ക്വാണ്ടിറ്റി കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഫ്ലോറിംഗ് മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം ഒരു റൂം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലോറിൻ്റെ കാണണമെങ്കിൽ നമുക്കൊരു വീടിൻ്റെ മൊത്തമായിട്ട് ഇപ്പോൾ കണ്ട പോലെ സെൻട്രൽ ലൈൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടോ ആ രീതിക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫ്ലോറിൻ്റെ കാണാൻ പറ്റില്ല. ഓരോ റൂമിൻ്റെ ആയിട്ട് എടുക്കേണ്ടി വരും അല്ലേ. അതിൻ്റെ ഇടയിൽ എന്ത് വരുന്നുണ്ട്, നമുക്ക് അതിൻ്റെ ഇടയിൽ വാളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് മൊത്തമായിട്ട് കാണാൻ പറ്റില്ല. ഓരോ റൂമിൻ്റെ ആയിട്ടാവും നമ്മൾ ക്വാണ്ടിറ്റി കാണേണ്ടി വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ റൂമായിട്ട് എടുക്കേണ്ടി വരും. എന്താണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് നമുക്ക് പ്ലാൻ നോക്കിയിട്ട് ഇതിലേക്ക് വരാം. ഓരോ റൂമായിട്ട് എങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം ഫ്ലോറിംഗ് മെറ്റീരിയൽ ചെയ്യുമ്പോൾ അത് ഏത് ക്വാണ്ടിറ്റിയിലായിരിക്കും. ഫിനിഷിംഗ് മെറ്റീരിയലാണിത്. തേർഡ് മൊഡ്യൂൾ വരുന്ന ഭാഗമായിട്ട് വരുന്നതാണ്. ഫിനിഷിംഗ് മെറ്റീരിയൽ ആകുമ്പോൾ ഫ്ലോറിംഗ് മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ ഏത് യൂണിറ്റിലാണ് മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിക്കുക. അപ്പോൾ എന്താ ഫ്ലോറിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ടൈല്, നമ്മൾ മാർബിൾ ടൈല് അതേപോലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കാവ്യാകും, ചിലപ്പോൾ കാവ്യ അടിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മൊസൈക്ക് ആയിരിക്കും. ആ രീതിക്ക് എന്തോ ആവാം അല്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഏരിയ നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഏരിയ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കണക്കാക്കുക ഏരിയയിലാണ്. അഥവാ സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ സ്ക്വയറിലാണ് നമ്മൾ ക്വാണ്ടിറ്റി കാണുക. അപ്പോൾ എന്തുകൊണ്ട് വരും, അതിന് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇത്രയേ നമ്മൾ ചെയ്യുള്ളൂ അല്ലേ. അതിന് തിക്നെസ് നമ്മൾ കണക്കാക്കില്ല. ഒരു ഡെഫിനറ്റ് തിക്നെസ് ആയിരിക്കും ഒക്കെ. ഇതിൻ്റെ ഫിനിഷിംഗ് മെറ്റീരിയലിന് മിക്കവാറും അങ്ങനെയാണ് വരിക. അതായത് പ്ലാസ്റ്ററിങ്, ഫ്ലോറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡെഫിനറ്റ് തിക്നെസ്സിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ തിക്നെസ് നമ്മൾ കണക്കാക്കില്ല. നമ്മളതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് കണക്കാക്കുക. അതായത് ഏരിയയിലായിരിക്കും നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലോറിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കാണാണ് ഓരോ റൂമിൻ്റെ ആയിട്ട് നമ്മൾ പറയാം. നമുക്ക് ജസ്റ്റ് പ്ലാൻ നോക്കാം. നമ്മളിപ്പോൾ ഈ പ്ലാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി പ്ലാനിൽ തന്നെ തന്നിരിക്കും. ഇന്നർ ഡയമെൻഷൻസ് ആയിരിക്കും പ്ലാനിൽ നമുക്ക് തന്നിട്ടുണ്ടാവാം അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നർ ഡയമെൻഷൻ എന്നുള്ള എത്രയാണ്, 3.3/2.5 അല്ലേ. അപ്പോൾ നമ്മൾ ഫ്ലോറിങ് ചെയ്യുമ്പോൾ ഈ ഒരു കാണുന്ന ഏരിയയിൽ ഈ ഡയമെൻഷൻ വാളിൻ്റെ ഇന്നർ ടു ഇന്നർ ഡയമെൻഷനിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക, ഫ്ലോറിങ് ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 3.3 × 2.5 അല്ലേ. അതന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് അല്ലേ. അപ്പോൾ ബെഡ്റൂം 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ 3. പിന്നെ എക്സ്ട്രാ ഏതെങ്കിലും വരുന്നുണ്ടോ, ഇല്ല, എക്സ്ട്രാ ഭാഗങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഇന്ന് എക്സ്ട്രാ വരിക ടൈലിങ് ചെയ്യുമ്പോൾ ബീഡിങ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് വഴിയെ അടുത്ത പ്രോബ്ലംസിലൊക്കെ ആയിട്ട് നമുക്കത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്ലോറിംഗ് മെറ്റീരിയൽ ജനറലായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബീഡിങ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഈ കാണുന്ന ഏരിയയിൽ നമ്മൾ എത്ര കൊടുക്കണം എന്നുള്ള കാര്യമാണ് കണക്കാക്കുന്നത്. ആ ബെഡ്റൂം 1 നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബെഡ്റൂം 1 നമ്മൾ പറഞ്ഞു ഡയമെൻഷൻ 3.3 × 2.5 ആണ്. അപ്പോൾ അത് ജസ്റ്റ് അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും, നമുക്ക് എത്ര ഏരിയ ചെയ്യണം എന്നുള്ളത് കിട്ടും. ഈ ബെഡ്റൂം 2 ആണെങ്കിൽ നേരെ ഡയമെൻഷൻ നോക്കിയാൽ മതി അല്ലേ. 3.3 × 3 അതാണ് വാല്യൂ വരുന്നത്. അങ്ങനെ ഓരോ റൂമിൻ്റെയും നമുക്ക് എന്ത് കിട്ടും, ഡയമെൻഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് നേരിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇതിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്തുള്ളത്. നോക്കുക, ബെഡ്റൂം 1 എഴുതിയിട്ടുണ്ട്. ബെഡ്റൂം 1ൻ്റെ ഒരു ബെഡ്റൂം 1 എന്നുള്ള ഡയമെൻഷനിൽ ഒറ്റ ബെഡ്റൂമാണ്. അതുകൊണ്ട് ക്വാണ്ടിറ്റീസിൽ 1 എഴുതി. 3.3 × 2.5 അല്ലേ. ലെങ്ത്ത് 3.3, ബ്രെഡ്ത്ത് 2.5 ചെയ്തു. ആൻസർ നമുക്ക് കിട്ടി 8.25 m³ അല്ല സ്ക്വയർ മീറ്റർ. അത്ര m² എന്ന് നമുക്ക് കിട്ടി. അവിടെ ഡെപ്തിൻ്റെ കേസിൽ നിൽ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. എന്താ അവിടെ നമ്മൾ ഡെപ്ത് കണക്കാക്കുന്നില്ല ഫ്ലോറിംഗ് മെറ്റീരിയൽ. ഇനി ബെഡ്റൂം 2 നോക്കുക. ബെഡ്റൂം 2 ഇതേപോലെ തന്നെ 3.3 × 3 ചെയ്തു. ഡെപ്ത് നില്ലാണ്. നമുക്ക് എത്ര കിട്ടി, 9.9 m² എന്ന് കിട്ടി. അടുത്ത ഹോൾ നോക്കുക. ഹോളിൻ്റെ കേസിൽ 2.9 × 5.2 ആണ്. അത് ഒരു റൂം തന്നെയുള്ളൂ ഹോള്. അപ്പോൾ നമുക്കതിൻ്റെ 15.08 m² എന്ന് കിട്ടി. പിന്നെ കിച്ചൺ അതേമാതിരി തന്നെ കിച്ചൻ്റെ ഡയമെൻഷൻസ് മൾട്ടിപ്ലൈ ചെയ്തു. വർക്ക് ഏരിയയുടെ ഡയമെൻഷൻസ് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ ടോയ്ലറ്റിൻ്റെ ഡയമെൻഷൻസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്ലോറിങ്ങിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി വരുന്നത്. ഇതിന് പുറമെ ആഡ് എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് ക്വാണ്ടിറ്റിയും കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തായിരിക്കും ആഡ് എക്സ്ട്രാ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അവിടെ കാണിച്ചിട്ടുണ്ട് ഡോർ 1, ഡോർ 2, ഡോർ D, ഡോർ 1, ഡോർ 2 അങ്ങനെയാണ് കാണിച്ചുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നോക്കുക, വാൾ വരുന്നിടത്ത് നമ്മൾ ഫ്ലോറിങ് ചെയ്യുന്നില്ല. പക്ഷേ ഡോർ വരുന്ന ഏരിയയിൽ നമ്മൾ ഫ്ലോറിങ് ചെയ്യുമല്ലോ. പക്ഷെ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഡയമെൻഷൻ എന്താണ്, വാളിൻ്റെ ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഡോർ വരുന്ന ആ ഒരു വിഡ്ത്തിൽ അല്ലേ, ആ ഡോർ വരുന്ന ആ വാളിൻ്റെ വിടുത്തുള്ള ഭാഗത്ത് നമുക്കെന്ത് വരണം, അവിടെയും കൂടി നമുക്കെന്ത് വരും, നമുക്ക് ഫ്ലോറിങ് ചെയ്യേണ്ടി വരും. ആ ക്വാണ്ടിറ്റിയും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോർ 1 ഡോർ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വരുന്ന ഡോറാണ് ഡോർ D. ഡോർ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ
വിടുത്ത് എത്രയായിരുന്നു ഡോർ ഡീൻ്റെ ഓപ്പണിംഗ് വിടുത്ത് ഓർക്കുന്നുണ്ടോ? നമുക്ക് മുകളിൽ സെക്ഷനിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. 1 മീറ്റർ എന്നതിൻ്റെ വിടുത്ത് അല്ലേ. അപ്പോൾ നമുക്കത് ലെങ്ത് ആയിട്ട് എടുക്കാം. ഡോർ ഡി എത്ര നാള് ഒരു ഡോറാണ്. ഡോർ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോറാണ് ഫ്രണ്ടിലുള്ള ഡോർ. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വിടുത്ത് നമ്മൾ ഇനി എത്ര എടുക്കേണ്ടത്? നമ്മൾ എത്ര വിടുത്ത് എടുക്കേണ്ടത്? 1 മീറ്റർ ലെങ്ത്തിൽ എത്ര വിടുത്തിലാണ് നമുക്ക് ഡോറിൻ്റെ അടിഭാഗത്ത് വരുന്നത്? എത്രയാണോ വാളിൻ്റെ വിടുത്ത് വരുന്നത് അത് തന്നെയാണ് എന്ത് വരുന്നത് അവിടെയും വരുന്നത് അല്ലേ. 0.2 മീറ്ററിലാണ്. ബാക്കിയുള്ള ഭാഗത്ത് ഓൾറെഡി നമ്മൾ ടൈൽ ക്വാണ്ടിറ്റി ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആ ഡോറ് വരുന്ന ആ ഭാഗത്ത് മാത്രമാണ് എന്ത് നമ്മൾ ടൈലിൻ്റെ ക്വാണ്ടിറ്റി കാണാത്തത് അല്ലേ. അപ്പോൾ ആ ഡോറ് വരുന്ന ഭാഗത്ത് വാളിൻ്റെ തിക്നെസ്സിൽ എന്ത് ചെയ്തു, വാളിൻ്റെ വിടുത്തിൽ നമ്മൾ ടൈല് വരുന്നതായിട്ട് എക്സ്ട്രാ ആയിട്ട് കണക്കാക്കുക. അപ്പോൾ എന്തുണ്ടാവും? 1 മീറ്റർ ആണ് വിടുത്ത്, 1 × 0.2 ഉണ്ടാവും അല്ലേ. അപ്പോൾ 0.2 m² ആ വാല്യൂ കിട്ടി. അതേപോലെ ഡോർ ടുവിൻ്റെ കേസ് നോക്കുക. ഡോർ 1 D1 എന്ന് പറഞ്ഞ ഡോറ്. ഇപ്പോൾ ഡോർ ഡി ആണ് ചെയ്തത്. ഇനി D1 എന്ന് പറഞ്ഞ ഡോറാണ്. അത് 4 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഡോർ D1 അത് എത്ര ഉണ്ട്? 4 ഉണ്ട്. അതിൻ്റെ ഓപ്പണിംഗ് വിടുത്ത് എത്രയായിരുന്നു? അതായത് എൻ്റെ ലെങ്ത്ത് 0.9 ആയിരുന്നു. 0.9 ആയിരുന്നു എൻ്റെ വിടുത്ത്. അതേപോലെ വിടുത്ത് എത്ര കൊടുക്കേണ്ടത്? വിടുത്ത് 0.2 തന്നെ കൊടുക്കേണ്ടത് അല്ലേ. വിടുത്ത് വീണ്ടും 0.2 തന്നെ കൊടുക്കേണ്ടത്. എന്താണ്? ഡോറിൻ്റെ ബോട്ടം പോർഷനിലെ ഭാഗം മാത്രം അല്ല, അല്ലെങ്കിൽ വാളിൻ്റെ ആ ഭാഗം മാത്രം നമ്മൾ കണക്കാക്കത്തുള്ളൂ. അപ്പം 7.2 എന്ന് കിട്ടി. അതായത് ഡോർ D2 എന്ന് പറഞ്ഞ ഡോറാണെങ്കിൽ അത് 2 ഡോർ D2. അതേപോലെ അതിൻ്റെ വിടുത്ത് എത്രയായിരുന്നു? 0.8 ആണ് അതിൻ്റെ ലെങ്ത്ത്. അത് നമ്മൾ വിടുത്ത് അത് നമ്മൾ ലെങ്ത് ആയിട്ട് കൊടുത്തു. അതിൻ്റെ വിടുത്തായിട്ട് വരുന്നത് വാളിൻ്റെ തന്നെ വിടുത്ത് 0.2 അല്ലേ. അപ്പോൾ 2 × 0.8 × 0.2 ചെയ്താൽ നമുക്കെന്ത് കിട്ടി? 0.32 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടി. ഇത്രയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. കാരണം എന്താ? ആ പോർഷനും കൂടി നമ്മൾ ഫ്ലോറിങ് ചെയ്യുന്നുണ്ട് അല്ലെ. ഡോറിൻ്റെ ഭാഗത്ത് നമ്മൾ ഫ്ലോറിങ് ചെയ്യുന്നുണ്ട്. ഈ വിൻഡോൻ്റെ ഭാഗത്ത് ചെയ്യുന്നുണ്ടോ? ഇല്ല. വിൻഡോ ഒരു സിൽ ലെവലിലാണ് ചെയ്യുക അല്ലെ. അവിടെ വാൾ തന്നെയാണ് വരുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ ഡോറിൻ്റെ അടിയിൽ നമ്മൾ ഫ്ലോറിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ഫ്ലോറിങ് ഡോറിൻ്റെ അടിഭാഗത്തും കൂടി നമ്മൾ എന്ത് ചെയ്തു? കണക്കാക്കി. നമ്മൾ റൂമിൻ്റെ ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ നോക്കുമ്പോൾ ഡോറിൻ്റെ ആ പോർഷൻ കണക്കാക്കുന്നില്ല. അതുകൊണ്ടാണ് എക്സ്ട്രാ ആയിട്ട് ഇത്രയും കൂടി ആഡ് ചെയ്തത്. അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ പ്ലാൻ എടുത്ത് നോക്കിയാൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലോറിങ് മെറ്റീരിയലിൽ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇതെല്ലാം കൂടി ഇതിൻ്റെ എല്ലാ ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 47.72 m² എന്ന് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോറിങ് ഏരിയ നമുക്ക് കിട്ടി. അത്രയും ഏരിയ നമുക്ക് ഫ്ലോറിങ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ക്വാണ്ടിറ്റി കിട്ടി. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. അടുത്ത ഫിനിഷിംഗ് മെറ്റീരിയലിലേക്ക് പോകണം. നമ്മൾ ഫ്ലോറിംഗ് ആണ് ഇപ്പോൾ ചെയ്തത്. ഇവിടെ ആവശ്യമില്ലാത്ത കുറച്ച് നമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ 8 നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ 9th മെറ്റീരിയലായിട്ട് നമ്മൾ ഫ്ലോറിങ് ചെയ്ത്. ഇനി അടുത്ത 10 എന്നാണ് നമ്പർ കൊടുക്കേണ്ടത്. 10th ആയിട്ട് നമ്മൾ ചെയ്യുന്നത് പെയിൻറ്റിങ്, പോയിൻറ്റിങ് ആൻഡ് പ്ലാസ്റ്ററിങ്. പ്ലാസ്റ്ററിങ്ങിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്. പെയിൻറ്റിങ്, പോയിൻറ്റിങ് ആൻഡ് പ്ലാസ്റ്ററിങ്. അപ്പോൾ ഇതെല്ലാം ഒരേ യൂണിറ്റിലാണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല. ഈ ഒരു വർക്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അതെല്ലാം ഒന്നിച്ച് ചെയ്യാണ്. ചില സമയങ്ങളിൽ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റീസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. ചില സമയങ്ങളിൽ നമുക്ക് ക്വാണ്ടിറ്റി കാണുമ്പോൾ യൂഷ്വലി നമുക്ക് അങ്ങനെ എടുക്കേണ്ടി വരാറുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അതായത് ഇപ്പോൾ ഇതിൽ നമ്മൾ എക്സ്റ്റീരിയർ വാളും ഇൻറ്റീരിയർ വാളൊക്കെ ഒരേപോലെയാണ് നമ്മൾ ക്വാണ്ടിറ്റി എടുത്തുള്ളത്. നമ്മൾ ജസ്റ്റ് ക്വാണ്ടിറ്റി എടുത്ത് പഠിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വൽ കേസിൽ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റീരിയർ വാളിന് വേറൊരു റേറ്റ്, ഇൻറ്റീരിയർ വാളിന് വേറെ റേറ്റ്, സീലിങ്ങിന് വേറെ റേറ്റ്, അങ്ങനെ എല്ലാത്തിനും വേറെ വേറെ റേറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വേറെ വേറെ ആയിട്ട് ക്വാണ്ടിറ്റി കാണേണ്ടി വരും. ഇവിടെ നമ്മളെല്ലാം ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ റേറ്റിൻ്റെ കാര്യം നമ്മളിവിടെ കണക്കാക്കുന്നില്ല. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കും, ചിലപ്പോൾ ജസ്റ്റ് സീലിങ്ങിൻ്റെ ക്വാണ്ടിറ്റി മാത്രം കാണാൻ, പ്ലാസ്റ്ററിങ്ങിൻ സീലിംഗ് മാത്രം കാണാനാവുന്ന ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക. ചിലപ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ എക്സ്റ്റീരിയർ വാൾ മാത്രം കാണാനായിരിക്കും നമ്മളോട് ചോദിക്കുക. അങ്ങനെ ഇപ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരില്ല. ഈ ചെയ്തതിൽ 1-2 ക്വാണ്ടിറ്റീസ് കാണാനായിരിക്കും നമുക്ക് വരുന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ഒന്നിച്ചെല്ലാം ചെയ്യുകയാണ്. എക്സ്റ്റീരിയർ വാളിൻ്റെ ഇൻറ്റീരിയർ വാളിൻ്റെ എല്ലാത്തിൻ്റെയും ഒന്നിച്ച് നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നും നമ്മൾ പറയാം. ഇത് പെയിൻറ്റിങ്ങിനും പോയിൻറ്റിങ്ങിനും പ്ലാസ്റ്ററിങ്ങിനും ഒരേ രീതിക്ക് തന്നെ എല്ലാ M² എടുക്കുക. പെയിൻറ്റിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പെയിൻറ്റ് ചെയ്യുക, നമ്മൾ കളർ പെയിൻറ്റ് ഒക്കെ വെച്ചിട്ട് വാൾ പെയിൻറ്റ് ചെയ്യുന്നതാണ് പെയിൻറ്റിങ്. പോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിക്ക് വർക്ക്, മേസണറി വർക്ക് ചെയ്തതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന ആ ജോയിൻറ്റിൽ അല്ലെങ്കിൽ ഗ്രൂവിൽ നമ്മൾ ചെയ്യുന്നതാണ് പോയിൻറ്റിങ് എന്ന് പറയുക. പക്ഷേ അതും നമ്മൾ എന്ത് ചെയ്യാം? ആ ലെങ്ത്തിലെല്ലാം എടുക്കുക. മൊത്തമായിട്ടുള്ള ആ ഏരിയയാണ് നമ്മൾ അതും കണക്കാക്കുക. പ്ലാസ്റ്ററിങ്ങിനൊക്കെ എത്ര ഏരിയ എടുക്കുന്നോ അത് തന്നെയാണ് നമ്മൾ പോയിൻറ്റിങ്ങിനും കണക്കാക്കുക. നമുക്കറിയാം ചില ഷോ
വാളുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒന്നിച്ച് പ്ലാസ്റ്റർ ചെയ്യാതെ നമ്മൾ വിടും അല്ലേ, ജസ്റ്റ് പോയിൻറ്റിങ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അതായത് ആ എൻഡിൽ വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലാസ്റ്ററിങ് ആ ജോയിൻറ്റിൽ നമ്മൾ പ്ലാസ്റ്ററിങ് കൊടുക്കും. പക്ഷേ അതിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്, ഇങ്ങനെ M² തന്നെയാണ് നമുക്ക് അതിൻ്റെ ഏരിയ തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ട് പറയുക. കാരണം അതിൻ്റെ വർക്ക് അത്രയും നമുക്ക് ഉണ്ടാവും അല്ലേ, ഒരു ചെറിയ ഏരിയ മാത്രമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് പോയിൻറ്റിങ്ങും നമ്മൾ M² തന്നെയാണ് പറയുക, അല്ലാതെ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ കണക്കാക്കുകയല്ല ചെയ്യുക, അത് പോസിബിൾ അല്ല. അപ്പോൾ പോയിൻറ്റിങ് അങ്ങനെയാണ് ചെയ്യുക. അതൊരു പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, തേയ്ക്കുക, അതായത് സിമെൻറ്റ് മോട്ടാർ വെച്ച് നമ്മൾ തേയ്ക്കുന്നതിനാണ് പ്ലാസ്റ്ററിങ് എന്ന് പറയുക. ഡിഫറെൻറ്റ് പ്ലാസ്റ്ററിങ് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പ്ലാസ്റ്ററിങ്ങിന് നമ്മൾ എന്താ എടുക്കുക, ഏരിയയിലാണ് എടുക്കുക. അതായത് നമുക്കറിയുന്ന തന്നെയാണ് M² ഏരിയയിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അത് മൂന്നും കൂടി നമ്മൾ ഒന്നിച്ച് പറയുകയാണ്. സെപ്പറേറ്റ് ആയിട്ട് ക്വാണ്ടിറ്റി കാണാൻ പറഞ്ഞാലും ഈ രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. അതും എല്ലാ വാളിൻ്റെ സീലിങ്ങിൻ്റെ എല്ലാത്തിനും നമ്മൾ ഒന്നിച്ചാണ് പറയുന്നത്. അത് കാര്യം കൂടി ശ്രദ്ധിക്കുക, അത് നമുക്ക് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എക്സ്റ്റീരിയർ വാളിൻ്റെയാണ്. എക്സ്റ്റീരിയർ വാളിൻ്റെ കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കുക, നമുക്ക് വളരെ എളുപ്പമാണ്, അത് നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റും അല്ലേ. എക്സ്റ്റീരിയർ വാളിൻ്റെ ടോട്ടൽ ഔട്ടർ ലെങ്ത്ത് എടുത്തിട്ട് അതിന് ശേഷം അതിനെ ഹൈറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും, അതിൻ്റെ ഫുൾ ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാൻ സാധിക്കും അല്ലേ. പക്ഷേ ഇൻറ്റീരിയർ വാളിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഓരോ റൂമായിട്ട് അവൻ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഇടയിൽ വാൾ വരുന്നു, പിന്നെ വീണ്ടും സെപ്പറേഷൻ മീൻസ് വരുന്നു. അതുകൊണ്ട് നമുക്ക് ഇൻറ്റീരിയറിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പക്ഷേ എക്സ്റ്റീരിയറിൽ എന്ത് ചെയ്യാം, നമുക്ക് ടോട്ടലായിട്ടുള്ള പുറത്തു കൂടെയുള്ള ലെങ്ത്ത് എടുത്തതിന് ശേഷം ഹൈറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സ്റ്റീരിയർ വാളിൻ്റെ ക്വാണ്ടിറ്റി കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ വാൾ നമ്മൾ ക്വാണ്ടിറ്റി കാണാണ്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് നമ്മളെ 10ാമത്തെ മെറ്റീരിയലാണ്. 10ാമത്തെ മെറ്റീരിയൽ 9 നമുക്ക് വരുന്നത്. 10ാമത്തെ എന്തായിരുന്നു, പെയിൻറ്റിങ് ആൻഡ് പ്ലാസ്റ്ററിങ് ആൻഡ് പോയിൻറ്റിങ് ആയിരുന്നു. അതിൽ എക്സ്റ്റീരിയർ വാളിൻ്റെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ അതിനാദ്യം നമുക്ക് ടോട്ടൽ ലെങ്ത്ത് കിട്ടണം. നമ്മൾ ഓൾറെഡി പാരപ്പറ്റ് വാളിലും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ടോട്ടൽ വാല്യൂ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടിരുന്നു. ലോങ് വാളിന് ലോങ് ആയിട്ട് 8.3, അതേപോലെ ഷോർട്ട് വാളിന് ലോങ് ആയിട്ട് 6.3 എന്ന 6.8 വരുന്ന വാല്യൂ നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ റിമാർക്സിൽ എഴുതിയുള്ളതാണ്, കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. ഇവിടെ 8.3 × 2 ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്ലസ് എന്ത് ചെയ്യണം, 6.8 × 2 അതും കൂടി ചെയ്യണം അല്ലേ. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30.2 മീറ്റർ എന്ന് ടോട്ടൽ ലെങ്ത്ത് ഔട്ടർ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് കിട്ടും അല്ലേ. ഓൾറെഡി ഔട്ടർ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു, ലോങ് വാളിനും ഷോർട്ടർ വാളിനും ലോങ് ആയിട്ട്. അത് രണ്ട് ആഡ് ചെയ്യുക, എത്രയായിരുന്നു, 8.3 ആൻഡ് 6.8 ആയിരുന്നു ആ വാല്യൂസ്. അതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, അത് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യുന്നു. ആ ടോട്ടൽ എക്സ്റ്റീരിയർ കൂടുതൽ ലെങ്ത്ത് നമുക്ക് കിട്ടും. ആ വാല്യൂയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത് എക്സ്റ്റീരിയർ വാളിൻ്റെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ എക്സ്റ്റീരിയർ വാൾ ഒരു നമ്പറാണുള്ളത്, മൊത്തത്തിലാണ് കാണുന്നത്. 30.2 ആണ് നമുക്ക് അതിൻ്റെ മൊത്തം ലെങ്ത്ത് കിട്ടിയത്. അതിൻ്റെ ഹൈറ്റ് 3 മീറ്ററാണ് നമ്മൾ എടുക്കുന്നത്. മൊത്തത്തിലുള്ള വാളിലെ മൊത്തം ഹൈറ്റിലാണ് നമ്മൾ എടുക്കുന്നത്, 3 മീറ്ററായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതിൽ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ഒന്നിച്ച് അവിടെ സൺഷെയ്ഡ് എക്സ്ട്രാ പ്രൊജക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. സൺഷെയ്ഡിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ചെയ്യാം. ആ സമയത്ത് നമുക്ക് അതിൻ്റെ കാര്യം പറയാം. സൺഷെയ്ഡിൻ്റെ ആ ഔട്ടർ ഫേസും കൂടി നമ്മൾ കവർ ചെയ്യുന്ന രീതിക്കാണ് ഇപ്പോൾ പ്ലാസ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള 3 മീറ്ററായിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ അതിൻ്റെ എൻഡ് ഫേസിൻ്റെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഫേസിൻ്റെ ഭാഗം കൂടി നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നതായിട്ട് നമ്മൾ ഒന്നിച്ച് കണക്കാക്കി പോവുകയാണ്. സൺഷെയ്ഡ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പിന്നീട് നമുക്കതിലേക്ക് ക്വാണ്ടിറ്റിയിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് എക്സ്റ്റീരിയർ വാൾ മൊത്തമായിട്ട് ചെയ്തു എന്നുള്ള രീതിക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എക്സ്റ്റീരിയർ വാൾ 3.2 × 3 മീറ്റർ ഹൈറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ 90.6 M² എന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി മൊത്തമായിട്ട് വന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ റൂമിൻ്റെ നമ്മൾ ഇൻറ്റീരിയർ വാല്യൂയിലേക്കാണ് പോകുന്നത്. എക്സ്റ്റീരിയർ ആണ് ഇപ്പോൾ കണ്ടത്. ഈ ഇൻറ്റീരിയർ പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ കാണാമെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഇൻറ്റീരിയർ ക്വാണ്ടിറ്റി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ റൂമിൻ്റെ ആയിട്ട് ചെയ്യേണ്ടി വരും അല്ലേ. നമ്മളെ ഫ്ലോർ വർക്ക് ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ റൂമിൻ്റെ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ ബെഡ്റൂം 1 ചെയ്യുകയാണ്. ബെഡ്റൂം 1ൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, അതിൻ്റെ ചുമരിൻ്റെ മൊത്തമായിട്ടുള്ള ലെങ്ത്ത് കിട്ടണം. ചുമരിൻ്റെ മൊത്തമായിട്ടുള്ള ലെങ്ത്ത് കിട്ടുക എങ്ങനെയാണെന്നുള്ളത് റിമാർക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ റൂമിൻ്റെ ഡയമെൻഷൻ നമുക്കറിയായിരുന്നു, എന്തായിരുന്നു, 3.3
ഇൻറ്റു 2.5 ആയിരുന്നു അല്ലേ. ബെഡ്റൂം 1 3.3 ഇൻറ്റു 2.5 ആയിരുന്നു അതിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ നമ്മൾ നോക്കുക, മൊത്തമായിട്ട് അതിൻ്റെ സർക്കംഫറൻസ് നമ്മൾ കാണുക അല്ലേ, അതിൻ്റെ ചുറ്റളവ് നമ്മൾ കാണുക. ആ ചുറ്റളവ് ഇൻറ്റു മൊത്തം ആ റൂമിൻ്റെ ഹൈറ്റ് എത്രയാണ് വരുന്നത്, ആ ഹൈറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും, ആ റൂമിൻ്റെ വാളിൽ എത്ര പ്ലാസ്റ്റർ ചെയ്തു. വാളിൻ്റെ ബെഡ്റൂം 1 ഇത് വാളിൻ്റെ ആയിട്ട് നമ്മൾ കാണുന്നത്. ബെഡ്റൂം 1 വാളിൻ്റെ ആണ് നമ്മൾ ആദ്യം കാണുന്നത്. ബെഡ്റൂം 1 വാളിൻ്റെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഓക്കെ, അപ്പോൾ വാളിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത്താണ് നമ്മൾ കാണുന്നത്, അതിൻ്റെ സർക്കംഫറൻസാണ് നമ്മൾ കാണുന്നത്. എന്താണ്, അതാണ് നമ്മളിവിടെ റിമാർക്സിൽ എഴുതിയുള്ളത്. 3.3 + 2.5 അല്ലേ. ഇപ്പോൾ 2 സൈഡായി. ഇനി ഇതേപോലെ 2 സൈഡും കൂടി വരുന്നത് ഇൻറ്റു 2 അല്ലേ. 3.3 ഇൻറ്റു + 2.5 ഇൻറ്റു 2 ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 11.6 കിട്ടി. അപ്പോൾ ആ റൂമിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത്ത് എത്രയാണ്, 11.6 ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. നമ്മൾ പ്ലാനിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം, ഉള്ളിൽ ഇത്രയും ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, ഈ ചുമര് അതേപോലെ ഈ ചുമര് ഇത്രയും ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ മൊത്തമായിട്ട് ഒന്നിച്ച് അതിൻ്റെ ലെങ്ത്ത് അങ്ങ് എടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് 3.3 + 3.3 2 3.3 വരുന്നു, 2 2.5 വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 3.3 + 2.5 3.3 + 2.5 ഇൻറ്റു 2 അത്രയും നമ്മൾ ചെയ്തപ്പോൾ എന്ത് കിട്ടി, മൊത്തത്തിലുള്ള റൂമിൻ്റെ ചുറ്റളവ് നമുക്ക് കിട്ടി. അതായത് ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതായത് ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റൂമിൻ്റെ വാളിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ബെഡ്റൂം 1 ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബെഡ്റൂം 1 അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ 1 ആയിട്ട് എടുത്തു. ഒരു ബെഡ്റൂമാണ് ആ രീതിക്കുള്ളത്. അതിൻ്റെ ചുറ്റളവ് മുറ്റത്തിലുള്ള അളവ് 11.6 ആണ് നമുക്ക് കിട്ടി. ഹൈറ്റ് എത്രയാണ്, 3 മീറ്ററാണ് ഇന്നർ ഹൈറ്റ്. അപ്പോൾ 11.6 ഇൻറ്റു 3 ചെയ്തപ്പോൾ എന്ത് കിട്ടി, 3.4 എന്നുള്ള വാല്യൂ കിട്ടി. 3.48 m² എന്നുള്ള വാല്യൂ കിട്ടി. എന്താണ്, വാളിൻ്റെ പ്ലാസ്റ്ററിങ്, ഇൻറ്റീരിയർ വാളിൻ്റെ പ്ലാസ്റ്ററിങ് ബെഡ്റൂം 1 കിട്ടി. ഇനി അതേപോലെ അതിന് സീലിംഗ് ഉണ്ട് അല്ലേ, അതിൻ്റെ മോൾ ഭാഗം ഉണ്ട്. സീലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂഫിൻ്റെ മോൾ ഭാഗം അത് കാണാൻ നമുക്ക് എന്താണ്, ഫ്ലോറിങ് ചെയ്ത് അതേപോലെ തന്നെയാണ് സീലിങ്ങും അല്ലേ. ഫ്ലോറിങ് താഴെയാണ് ചെയ്യുന്നത് വെച്ചാൽ സീലിംഗ് അവിടെയാണ് മുകളിലാണ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 3.3 ഇൻറ്റു 2.5 ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അതിൻ്റെ ഏരിയ കിട്ടി. ഇൻറ്റു തിക്നെസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താ ഏരിയയിലാണ് ചെയ്യുന്നത്. അതാണ് അടുത്തായിട്ട് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്തത് ബെഡ്റൂം 1 സീലിംഗ് ആണ് ചെയ്യുന്നത്. അതിൽ ആദ്യം വാൾ ചെയ്തു, ഇവിടെ സീലിംഗ് ആണ് ചെയ്യുന്നത്. ബെഡ്റൂം 1 വാൾ എന്ന് ആദ്യം എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ബെഡ്റൂം 1 നേരത്തെ എഴുതി വെച്ച വരെ ബെഡ്റൂം 1 വാൾ എന്ന് എഴുതാൻ ശ്രദ്ധിക്കുക. അടുത്ത ബെഡ്റൂം 1 സീലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബെഡ്റൂമാണ് അതേപോലെ ഉള്ളത്. അതിൻ്റെ ലെങ്ത്ത് 3.3 ആണ്, അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, 2.5 ആണ് അല്ലേ. റൂം ഡയമെൻഷൻ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടി, 8. അത് പിന്നെ ഹൈറ്റ് കൊണ്ട് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യലോ ഇല്ല, ഏരിയ ആണ് കാണുന്നത്, ഡയമെൻഷൻ മതി, ലെങ്ത്തും ബ്രെഡ്ത്തും മതി. 8.25 m² എന്ന് അതിൻ്റെ സീലിങ്ങിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി. ഇതേപോലെ നമ്മൾ ബെഡ്റൂം 2ലേക്ക് പോവാണ്. ബെഡ്റൂം 2ലേക്ക് പോകുമ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ചുറ്റളവ് കണ്ടു. ഇവിടെ റിമാർക്സിൽ എഴുതിയിട്ട് 3.3 + 3 ഇൻറ്റു 2 12.6 ആണ് അതിൻ്റെ വാല്യൂ. പിന്നെ ബ്രെഡ്ത്ത് നമ്മൾ എടുക്കേണ്ട, ഹൈറ്റ് ഡെപ്ത്ത് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഹൈറ്റാണ് നമ്മൾ എടുക്കുന്നത്. എത്രയാണ്, 3 മീറ്ററാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. 3 മീറ്റർ അതിൻ്റെ ഹൈറ്റ് എടുത്തു. അപ്പോൾ 12.6 ആണ് എൻ്റെ ചുറ്റളവ്. ഇൻറ്റു 3 ചെയ്തു, എത്ര കിട്ടി, 37.8 m² എന്നതിൻ്റെ വാളിൻ്റെ ക്വാണ്ടിറ്റി കിട്ടി. ഇവിടെയും വാളാണ് കേട്ടോ. ബെഡ്റൂം 2 വാൾ, അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ബെഡ്റൂം 2ൻ്റെ വാളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് ബെഡ്റൂം 2ൻ്റെ തന്നെ ബെഡ്റൂം 2 സീലിംഗ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നു. അപ്പോൾ സീലിംഗ് ചെയ്യുമ്പോൾ എന്താണ്, ഇന്നർ ഡയമെൻഷൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഒരു റൂമാണുള്ളത്, 3.3 ഇൻറ്റു 3 = 9.9. അപ്പോൾ സീലിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയും കിട്ടി. ഓക്കെ, അപ്പോൾ ബെഡ്റൂം 1 ബെഡ്റൂം 2 വാളിൻ്റെയും സീലിങ്ങിൻ്റെയും ആയി. ഇനി അടുത്തത് നമ്മൾ ഹാളിലേക്ക് പോവാണ്. ഹാളിൻ്റെ വാൾ വീണ്ടും ഇവിടെ പറയുകയാണ്, ഹാളിൻ്റെ വാളാണ് അത് നമ്മൾ ചെയ്യുന്നത്. ഹാളിൻ്റെ വാള് എത്രയുള്ളത്, ഒന്നിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 1 ചുറ്റളവ് നമ്മൾ കണ്ടു, അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2.9 + 5.2 ഇൻറ്റു 2 അതാണ് ഇവിടെ ചെയ്തുള്ളത്, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 16.2 കിട്ടി ചുറ്റളവ്. ഇൻറ്റു 3 ചെയ്തു, എത്ര കിട്ടി, 48.6 കിട്ടി. ഇനി ഹാളിൻ്റെ സീലിംഗ് നമ്മൾ ചെയ്യാണ്. 1 നമ്പറാണുള്ളത്. 2.9 / 5.2 ആണ് വേണ്ടത് അല്ലേ. 2.9 / 2.5 അല്ല, ഇവിടെ എത്രയാണ്, 5.2 ആണ് ക്വാണ്ടിറ്റി കേട്ടോ. 5.2 ആണ് ക്വാണ്ടിറ്റി. ഇതിപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. 2.9 / 5.2 ആണ് ക്വാണ്ടിറ്റി വരുന്നത്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, കറക്റ്റ് എത്ര വരുന്നുള്ള വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യുക. ഡയമെൻഷൻ എത്രയാണ്, 2.9 / 5.9 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ m² നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും.
ഓക്കെ, അപ്പോൾ നമ്മൾ ഹാളിൻ്റെ എന്തായി, ഹാളിൻ്റെ വാളുമായി സീലിങ്ങുമായി. നമ്മൾ കിച്ചണിലേക്ക് പോവുകയാണ്. ആദ്യം കിച്ചൻ്റെ വാൾ, കിച്ചൺ മാത്രം എഴുതാറ്, കിച്ചൺ വാൾ എന്ന് എഴുതുക. കിച്ചൺ വാളിൻ്റെ പ്ലാസ്റ്ററിങ് ക്വാണ്ടിറ്റിയാണ് കാണുന്നത്. പ്ലാസ്റ്ററിങ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഓൾറെഡി മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കിച്ചൺ ഹാളിൻ്റെ പ്ലാസ്റ്ററിങ് ക്വാണ്ടിറ്റി ഒന്നാണുള്ളത്. അതിൻ്റെ ചുറ്റളവ് നമ്മൾ കണ്ടുക, ഇവിടെ പറയുന്നത് 2.9 + 2.5 × 2 അല്ലേ. അപ്പോൾ 10.8 കിട്ടി, × 3 ചെയ്തു, ക്വാണ്ടിറ്റി കിട്ടി. ഇനി കിച്ചൻ്റെ സീലിംഗ് ചെയ്യാണ്. 1 ഡയമെൻഷൻ 2.9 / 2.5 ആണ്, മൾട്ടിപ്ലൈ ചെയ്തു 7.25 m² എന്ന് കിട്ടി. ഓക്കെ, അതായി. ഇനി വീണ്ടും അടുത്തതായിട്ട് വർക്ക് ഏരിയൻ്റെ കാണുന്നത്. വർക്ക് ഏരിയൻ്റെ ആദ്യം വാൾ അല്ലേ, വർക്ക് ഏരിയൻ്റെ വാളാണ് ആദ്യം കാണുന്നത്. മുന്നേ പറഞ്ഞ വാളിൻ്റെ ആകുമ്പോൾ എന്തായിരുന്നു, ചുറ്റളവ് കാണണം. അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുള്ളത്, ചുറ്റളവിൻ്റെ കാര്യങ്ങൾ. 2 + 2 അല്ലേ, അതിൻ്റെ ഡയമെൻഷൻ 2/2 ആണെന്നു. അപ്പോൾ 2 + 2 × 2 8 കിട്ടി. അപ്പോൾ ചുറ്റളവ് 8 ആണ്. 8 × 3 ഹൈറ്റ് എത്രയാണ്, വാളിൻ്റെ ഹൈറ്റ് 3 ആണ്. 8 × 3 ചെയ്തപ്പോൾ 24 m² എന്നത് കിട്ടി, വാളിൻ്റെ ക്വാണ്ടിറ്റി കിട്ടി. അതേപോലെ വർക്ക് ഏരിയൻ്റെ സീലിങ്ങും ചെയ്യാണ്ട് മോൾ ഭാഗം, സീലിംഗ് പറഞ്ഞാൽ മോൾ ഭാഗം, അതിൻ്റെ ഡയമെൻഷൻ എന്താണ്, ഒന്നാണുള്ളത്, ഡയമെൻഷൻ 2 × 2 അല്ലേ. അപ്പോൾ 4 m² എന്ന് സീലിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയും കിട്ടി. ഓക്കെ, റെഡി ആണല്ലോ. ഇനി നമുക്ക് ടോയ്ലറ്റ് മാത്രമേ ബാക്കിയുള്ളത്. ടോയ്ലറ്റിൻ്റെ അതേപോലെ തന്നെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ടോയ്ലറ്റിൻ്റെ അതിൻ്റെ ഇന്നർ ഡയമെൻഷൻ 1.1 + 2 × 2 അല്ലേ. അത്രയും ചെയ്തപ്പോൾ നമുക്കെന്ത് കിട്ടി, അതിൻ്റെ ചുറ്റളവ് കിട്ടി. ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ചുറ്റളവ് കിട്ടി 6.2 × 3 ചെയ്തപ്പോൾ 18.6 m² എന്ന് വാല്യൂ കിട്ടി. ഇനി ടോയ്ലറ്റിൻ്റെ സീലിംഗ് ആണ്, ഡയമെൻഷൻസ് അറിയാം. 1.1/2 ചെയ്തു, 2.2 m² എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റീസ് എന്ത് കിട്ടി, എക്സ്റ്റീരിയർ വാളിൻ്റെ ക്വാണ്ടിറ്റി പ്ലാസ്റ്ററിങ് ക്വാണ്ടിറ്റി കിട്ടി m². അതായത് ഇൻറ്റീരിയർ വാളിൻ്റെ ഓരോ റൂമിൻ്റെ ആയിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടി m². അതായത് സീലിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കിട്ടി m² അല്ലേ. ഇത്രയും വാല്യൂസ് നമുക്ക് m² കിട്ടി. ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് എഴുതുക, അതാണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പ്ലാസ്റ്ററിങ്. ഞങ്ങളോട് പറഞ്ഞു, നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പ്ലാസ്റ്ററിങ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. കാരണം എന്താ, ഇൻറ്റീരിയർ വാളിന് ഒരു റേറ്റ്, സീലിങ്ങിന് വേറെ റേറ്റ്, അതേപോലെ എക്സ്റ്റീരിയർ വാളിന് വേറെ റേറ്റ്, അങ്ങനെ ഓരോന്നിനും റേറ്റ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്വാണ്ടിറ്റി കാണേണ്ടി വരും. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ എന്ത് ചെയ്ത് ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടി. ഇനി നമ്മൾ നേരിട്ട് അങ്ങോട്ട് ക്വാണ്ടിറ്റി കണ്ടു, നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ആയോ, ആയിട്ടില്ല. ഇവിടെ എന്ത് വരുന്നുണ്ട്, ഡിഡക്ഷൻ വരുന്നുണ്ട്. ഡിഡക്ഷൻ എന്താണെന്നുള്ള നമ്മൾ ഓർക്കുക. എന്തായാലും ഡിഡക്ഷൻ കുറയ്ക്കൽ അല്ലേ, എത്രയോ നമ്മൾ കുറച്ച് കളയണം. അപ്പോൾ എന്താ നമ്മൾ കുറയ്ക്കേണ്ടത്, ഡോറിൻ്റെ ഓപ്പണിങ്, വിൻഡോൻ്റെ ഓപ്പണിങ്, അതേപോലെ എക്സ്ട്രാ പ്ലാസ്റ്ററിങ് വരാത്ത പോർഷൻസ്, ബീം പോയി എൻഡ് ചെയ്യുന്ന പോർഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ബീം എൻഡ് ചെയ്യുന്ന പോർഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ട, ചെറിയ ഏരിയ ആണ് വരിക, ഡിഡക്റ്റ് ചെയ്യേണ്ട നമ്മളെ കണ്ടീഷൻസിൽ പറയുന്നുണ്ട്. നമുക്കറിയാം എത്ര ഉണ്ടെങ്കിലാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്, നമുക്കറിയാം എത്രയാണ്, 0.5 m² താഴെയാണെങ്കിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ട ഈ ഏരിയ, ഡിഡക്റ്റ് ചെയ്യേണ്ട ഏരിയ, ഇപ്പോൾ ഡോറിൻ്റെ ഓപ്പണിംഗ് ആയിക്കോട്ടെ, വിൻഡോൻ്റെ ഓപ്പണിംഗ് അല്ലെങ്കിൽ വെൻറ്റിലേഷൻ്റെ ഓപ്പണിംഗ് ആയിക്കോട്ടെ, അത് 0.5 m² താഴെയാണെങ്കിൽ നമ്മളത് കുറച്ച് കളയേണ്ട ആവശ്യമില്ല. അവിടെയും കൂടി പ്ലാസ്റ്റർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണക്കാക്കും. അതെന്താണ് കാരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിലുള്ള സില്ല്, സൈഡിലൊക്കെ അതിൻ്റെ ഉൾഭാഗം കൂടി നമ്മൾ പ്ലാസ്റ്റർ ചെയ്യും, അതും കൂടി കണക്കാക്കിയിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, ഇനി 0.5-നും 3 m² ഇടയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ആ ഓപ്പണിങ്ങിൻ്റെ ഏരിയ വരുന്നതെന്നുണ്ടെങ്കിൽ, അത് നമ്മൾ 1 സൈഡ് ഡിഡക്റ്റ് ചെയ്യണം. അതായത് എന്താണ്, നമ്മളൊരു വാൾ എടുക്കുകയാണ്, ചുമരിന് 2 സൈഡ് ഉണ്ടാവും അല്ലേ, ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നമ്മൾ ചെയ്യും. പുറം ഭാഗത്തേക്ക് വരുന്ന ചുമരാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും നമ്മൾ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ഉൾഭാഗം ചെയ്യുന്ന ക്വാണ്ടിറ്റീൻ്റെ കൂടെ മാത്രം കുറയ്ക്കുക. പക്ഷേ പുറം ഭാഗം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒന്നിച്ച് ക്വാണ്ടിറ്റി, ഇപ്പോൾ നമ്മൾ വാളിൻ്റെ ഒന്നിച്ച ക്വാണ്ടിറ്റി കണ്ട, അതിൽ നമ്മൾ കുറയ്ക്കുകയും ചെയ്തില്ല അല്ലേ. എക്സ്റ്റീരിയർ വാൾ ചെയ്തപ്പോൾ നമ്മൾ ഒന്നിച്ച് ക്വാണ്ടിറ്റി കാണാൻ ചെയ്തത്, അവിടെ കുറയ്ക്കുകയും ചെയ്തില്ല. അപ്പോൾ അതേപോലെ തന്നെ ഉള്ളിൽ മാത്രം ക്വാണ്ടിറ്റി കുറയ്ക്കുക, ഒരു വശത്ത് മാത്രം ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതായത് ഒരു പ്രാവശ്യം നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക, ഉള്ളിലും പുറമേ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കേണ്ട ആവശ്യം വരില്ല. എങ്ങനെയാകുമ്പോൾ 0.5-നും 3 m² ഇടയിലാണ് ഏരിയ വരുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി 3 m² മുകളിലുള്ള ഏരിയ വന്നു വെച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും, 2 പുറത്തും കുറയ്ക്കേണ്ടി വരും. അതായത് ഇപ്പോൾ നമ്മളൊരു വാൾ എടുക്കുകയാണെങ്കിൽ വലിയൊരു ഓപ്പണിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്നർ ഏരിയ കാണുമ്പോഴും പ്ലാസ്റ്ററിങ്ങിൻ്റെ ഏരിയ ഇൻസൈഡിൽ കാണുമ്പോഴും ഔട്ട് സൈഡിൽ കാണുമ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 2 പ്രാവശ്യമായിട്ട് ആ ഏരിയ കുറച്ച് കളയേണ്ടി വരും എന്നർത്ഥം. ഓക്കെ, അത് നമ്മളിവിടെ നോക്കുക, നമുക്കിവിടെ ഉള്ളത് ഡോർസാണുള്ളത്. ഡോർ D1 D2 എന്നുള്ള ഡോർ വരുന്നുണ്ട്. പിന്നെ വിൻഡോ W1 W2 വരുന്നുണ്ട്. അതിൽ വെൻറ്റിലേറ്റർ V എന്ന് പറഞ്ഞ വെൻറ്റിലേറ്ററും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ ക്വാണ്ടിറ്റി ഓരോന്നിൻ്റെ ഡോറിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. ഫസ്റ്റ് ഡോറിൻ്റെ ഫസ്റ്റ് ഡോർ D1-ൻ്റെ ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്ടാവുക, അതിൻ്റെ വിടുത്ത് 1 മീറ്ററാണ്. 1 മീറ്റർ ഓപ്പണിംഗ് ആണുള്ളത്. 1 മീറ്റർ ഇൻറ്റു ഹൈറ്റ് എത്രയായിരുന്നു, 2 മീറ്റർ ആയിരുന്നു. 1 മീറ്റർ ഇൻറ്റു 2 മീറ്റർ, അപ്പോൾ എത്ര കിട്ടി, 2 m² എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എത്രയാണ്, 0.5-നും 3-ക്കും ഇടയിലല്ലേ വരുന്നത്. അപ്പോൾ 1 സൈഡ് ഒരു പ്രാവശ്യം കുറച്ചാൽ മതിയാവും. അങ്ങനെ ഓരോ ഡോർസും നമ്മൾ നോക്കുക. D1 നോക്കുക. D1 എന്താ പറയുക, D1-ൻ്റെ ഡയമെൻഷൻ 0.9 × 2 ആണ്.
1.8 m² എന്ന് വരും അല്ലേ. 0.9 × 2 ആണ് അതിൻ്റെ ഡയമെൻഷൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏരിയ എത്ര വരും? 1.8 m² എന്ന് വരും. അപ്പോൾ എത്ര വരും? അതെന്താ, അതും ഒരു സൈഡ് കുറച്ചാൽ മതിയാവും. പിന്നെ നമ്മൾ ഡോർ D2 നോക്കാം. D2ൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? D2ൻ്റെ ഡയമെൻഷൻ 0.8 × 2 ആണ്. അപ്പോൾ എത്ര വന്നു? 1.6 വന്നു. അതും ഈ വാല്യൂക്ക് 0.5നും 3ൻ്റെ ഇടയിലാണ്. അതുകൊണ്ട് വൺ സൈഡ് ഡിറക്റ്റ് ചെയ്താൽ മതിയാവും. ഇതുപോലെ നമ്മൾ വിൻഡോസും വെൻറ്റിലേറ്ററൊക്കെ നോക്കിയാലും 0.5 അതിൻ്റെ ഏരിയ വരുന്നത്, ഓരോന്നിൻ്റെ ഏരിയ വരുന്നത് എന്താണ്? 0.5നും 3ക്കും ഇടയിലുള്ള ഏരിയ വരുന്നത്. അതുകൊണ്ട് വൺ സൈഡ് അഥവാ ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് കുറച്ച് കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം ഏരിയ കാണുക, എത്രയാണ് ഇതിൻ്റെ എല്ലാം ഏരിയ വരുന്നത്, അത് നമ്മൾ മൊത്തം കിട്ടിയ പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റിനോട് കുറച്ച് കളയണം. അതാണ് നമുക്ക് ഡിഡക്ഷൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത് പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ എങ്ങനെയല്ല ചെയ്യുക, സെപ്പറേറ്റ് വർക്ക് എടുത്തിട്ട് ആ വർക്കിനനുസരിച്ച്. ഇപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ വാളിന് നമ്മൾ പറഞ്ഞു വേറെ റേറ്റാണ് അല്ലേ. അപ്പോൾ ആ റേറ്റ് നമ്മൾ കണക്കാക്കുമ്പോൾ പുറം തയ്ക്കാനുള്ള റേറ്റ് വേറെ ആയിരിക്കും. അപ്പോൾ ആ റേറ്റ് കണക്കാക്കാൻ നമ്മൾ ഒരു സൈഡ് മാത്രമാണ് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ഇൻറ്റീരിയർ വാളിൻ്റെ ക്വാണ്ടിറ്റിനോട് മാത്രം നമ്മൾ കുറയ്ക്കും, എക്സ്റ്റീരിയർ വാളിൻ്റെ ക്വാണ്ടിറ്റിനോട് നമ്മൾ കുറയ്ക്കില്ല. അപ്പോൾ എന്തായി? വൺ സൈഡ് ഡിഡക്ഷനായി അല്ലേ, ഒരു വശം കുറച്ചതായിട്ട് നമ്മൾ കണക്കാക്കി. ഇപ്പോൾ ഇവിടെ നമ്മൾ മൊത്തത്തിലുള്ള ക്വാണ്ടിറ്റി കണ്ടത് കാരണം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം നമുക്ക് കുറയ്ക്കാം അല്ലേ. ഒക്കെ 0.5ൻ്റെയും 3m² ഇടയിലാണ് എല്ലാ ഏരിയയും വരുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഈ ഏരിയകളെല്ലാം നമ്മൾ കുറച്ച് കളയണം ടോട്ടൽ ഏരിയയിൽ നിന്നും. ആ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ പോയിൻറ്റിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയാണ് ആ വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് കാണാം? കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയാസ് നമുക്ക് കാണാം. അത് നമ്മൾ ഡോർ D1 ആണ് നോക്കുന്നത്. ഡോർ D1 നോക്കുമ്പോൾ ഡോർ D1ൻ്റെ വാല്യൂ എത്രയാണ്? ഡോർ D1 ഡോർ D ഫസ്റ്റ് ഡോറ് അത് എത്ര എണ്ണം ഉണ്ട്? അതിവിടെ പറഞ്ഞു 1 × 1, അതായത് ഒരു എണ്ണാണുള്ളത്. ഇങ്ങനെയുള്ള ഒരു എണ്ണാണുള്ളത്. 1 × 1 അതായത് 1 ആണുള്ളത്. അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 1 മീറ്റർ ആണുള്ളത്. അതിൻ്റെ ഹൈറ്റ് എത്രയുള്ളത്? 2 മീറ്റർ ആണെന്നുള്ള ആ ക്വസ്റ്റിൽ തന്നുള്ളത്. 1 × 2 എത്ര കിട്ടി? 2m². ഒന്നേ ഉള്ളതുകൊണ്ട് 2m² ആണ് അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. ഇനി ഡോർ D1 നമ്മൾ നോക്കുകയാണ്. അത് എത്ര ഉണ്ട്? 4 × 1, അതായത് എത്ര? 4 ഉണ്ട് എന്നർത്ഥം. അതിൻ്റെ വിഡ്ത്ത് എത്ര വരുന്നത്? 0.9 ആണ് വിഡ്ത്ത് വരുന്നത്. ഹൈറ്റ് എത്ര വരുന്നത്? 0.2 ആണ് വരുന്നത്. 2 മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ 4 × അങ്ങനത്തെ 4 ഉണ്ട്. അതുകൊണ്ട് 4 × 0.9 × 2 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 7.2 m² എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ 7.2 m² വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അത് 3നേക്കാളും മുകളിലല്ലേ, രണ്ട് സൈഡിലും ഡിറക്റ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കേണ്ട. അത് വന്നുള്ളത് ഇങ്ങനെയുള്ള 4 ഓപ്പണിങ്സിൻ്റെയാണ്. ഓരോ ഓപ്പണിങ്ങിൻ്റെ ഏരിയ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ 0.9 വിഡ്ത്തും 2 ഹൈറ്റുള്ള 4 ഓപ്പണിങ്ങുകളുടെ ഏരിയ ആണ് എത്ര വന്ന്? 7.2. നമ്മളത് ഒരേ ക്വാണ്ടിറ്റി ആയിട്ട് ഒന്നിച്ച് കണക്കാക്കിയെന്നുള്ളൂ. പക്ഷേ ഒന്നിൻ്റെ ഏരിയ എത്രയേ വരുന്നുള്ളൂ? ഒന്നിൻ്റെ ഏരിയ 0.9 × 2 മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അത് ഇൻ ബിറ്റ്വീൻ എത്രയാണ്? 0.5 and 3 ആണ് വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഒന്നിച്ചുള്ള ക്വാണ്ടിറ്റിയാണ് 7.2. നമ്മൾ ഡിറക്റ്റ് ചെയ്യേണ്ട ക്വാണ്ടിറ്റിയാണ് എത്ര? 7.2 m² എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോർ D1 ആയി. ഇനി ഡോർ D2 നോക്കുക. ഡോർ D2 നോക്കുമ്പോൾ അത് എത്ര ഉണ്ട്? ഡോർ D2 2 ഉണ്ട്. 2 × 1 എന്ന് പറയുന്നതല്ല, 2 നമ്പേഴ്സ് അല്ലേ, അത് 2 ഉള്ളത്. അപ്പോൾ 2 ആണ് നമ്പേഴ്സ്. അതിൻ്റെ വിഡ്ത്ത് 0.8 ആണ്. അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 2 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3.2 m² എന്ന് ഡിറക്റ്റ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി കിട്ടും. ഇനി വിൻഡോ W-ലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വിൻഡോ W അങ്ങനത്തെ എത്ര വിൻഡോസ് ഉണ്ട്? അങ്ങനത്തെ 5 വിൻഡോസ് ഉണ്ട്. 5 × 1 എഴുതിയാൽ അങ്ങനത്തെ 5 വിൻഡോ ഉണ്ട്. അതിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? 1.5 × 1.4 ആയിരുന്നു അതിൻ്റെ ഡയമെൻഷൻ. 1.5 × 1.4. അപ്പോൾ ഹൈറ്റ് ആൻഡ് ലെങ്ത്തിൽ നമ്മൾ എഴുതി 1.5 and 1.4. ഇവിടെ വിഡ്ത്ത് പറഞ്ഞ പോർഷൻ നമ്മൾ ഒഴിവാക്കി, അതിൽ ഹൈറ്റിലാണ് എഴുതിയുള്ളത്. ഏതെങ്കിലും 2 ക്വാണ്ടിറ്റീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിൻഡോൻ്റെ യൂഷ്വലി അതിൻ്റെ ലെങ്ത് ആയിട്ടും ഹൈറ്റ് ആയിട്ടാണ് മനസ്സിലാക്കുക അല്ലേ. വെർട്ടിക്കലായിട്ട് നിർത്തുന്നതുകൊണ്ട് അതിൻ്റെ ലെങ്ത്ത് ആൻഡ് ഹൈറ്റ് എന്നാണ് പറയുക. അതുകൊണ്ട് ലെങ്ത്ത് ആൻഡ് ഹൈറ്റ് എന്നുള്ള കോളങ്ങളിൽ നമ്മൾ എഴുതി 1.5 and 1.4. എത്ര കിട്ടി? 10.5 m² എന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടി. ഇനി വിൻഡോ W1 നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എത്ര ഉണ്ട്? അത് 2 നമ്പേഴ്സ് ഉണ്ട്. 2 × 1 2 ഉണ്ട്. അതിൻ്റെ ഹൈറ്റ് എത്രയായിരുന്നു? 2 ആയിരുന്നു. അതിൻ്റെ ലെങ്ത്ത് 1 ആയിരുന്നു, 1 മീറ്റർ ആയിരുന്നു. അതിൻ്റെ ഹൈറ്റ് എത്രയായിരുന്നു? 1.4 മീറ്റർ തന്നെയായിരുന്നു. അപ്പോൾ 2 × 1 × 1.4 നമുക്ക് എത്ര കിട്ടി? 2.8 m² എന്ന് കിട്ടി. അതേപോലെ വിൻഡോ W2 അത് 2 നമ്പേഴ്സാണ്. 2 ലെങ്ത്ത് 1 ആണ്. അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 1.05. നമ്മൾ കിച്ചണിലൊക്കെ കൊടുക്കണം വിൻഡോ W2. അതിൻ്റെ 1.05 ആണ് അതിൻ്റെ ഹൈറ്റ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര കിട്ടി നമുക്ക്? 2.1 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടി.
ഇതേപോലെ അടുത്തായിട്ട് വെൻറ്റിലേറ്ററും കൂടിയാണ് വരുന്നത്. വെൻറ്റിലേറ്റർ എത്ര എണ്ണം വരുന്നുണ്ട്? ഒന്നാണ് വരുന്നത്. അതിൻ്റെ ലെങ്ത്ത് 0.9 ആണ് കൊടുത്തുള്ളത്, ഹൈറ്റ് 0.6 ആണ് കൊടുത്തുള്ളത്, ക്വാണ്ടിറ്റി അങ്ങനത്തെ ഒന്നേ ഉള്ളൂ. അപ്പോൾ 1 × 0.9 × 0.6 ചെയ്യുമ്പോൾ 0.54 സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ m² എന്ന് കിട്ടി. അപ്പോൾ അതും 0.5ൻ്റെ മുകളിലാണ്, ഒരു സൈഡ് ഡിഡക്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എല്ലാ വാല്യൂസും ഈ കിട്ടിയ ഏരിയകളെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ടോട്ടൽ കിട്ടിയ വാല്യൂയിൽ നിന്ന് നമ്മൾ കുറച്ച് കളയണം. ടോട്ടൽ നമുക്ക് എത്ര കിട്ടിയെന്ന് 325 അല്ലേ, 325.65 m² എന്നാണ് എന്ത് കിട്ടിയിരുന്നത്, ടോട്ടൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കിട്ടിയിരുന്നത്. അതിനോടുകൂടി ഡിഡക്ഷൻ നമ്മൾ ചെയ്യണം. ഡിഡക്ഷൻ എത്രയാണ്? ടോട്ടൽ ഡിഡക്ഷൻ്റെ വാല്യൂ ഇവിടെ എഴുതി 28.34 ആണ് ടോട്ടൽ ഡിഡക്ഷൻ വരുന്നത്. അപ്പോൾ എല്ലാം ഇൻ ബിറ്റ്വീൻ സൈഡിൽ റിമാർക്സിൽ എഴുതിയതാണ്. ഓൾ ദ പെരിമീറ്റേഴ്സ് ആർ ഇൻ ബിറ്റ്വീൻ 3 സ്ക്വയർ മീറ്റർ ആൻഡ് 0.5 സ്ക്വയർ മീറ്റർ. സോ വൺ സൈഡ് ഡിഡക്ഷൻ, അതായത് ഒരു പ്രാവശ്യം ഇതെല്ലാം കുറയ്ക്കണം. അതെ, അപ്പോൾ 28.34 നമ്മൾ ഇന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 296.66 m² എന്ന്. അതെങ്ങനെ കിട്ടി? 325ൽ നിന്ന് 325.65ൽ നിന്ന് 28.34 കുറച്ചപ്പോൾ നമുക്കെന്ത് കിട്ടി? 296.66 m² എന്ന് പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനിഷിംഗ് വർക്കുകളായിട്ടുള്ള ഫ്ലോറിങ്, പ്ലാസ്റ്ററിങ്, പോയിൻറ്റിങ്, അതായത് പെയിൻറ്റിങ് അല്ല, ഇതിനെല്ലാം ഒരേപോലെയാണ് വരുന്നത്. ഇത്രയും കാര്യത്തിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ കൂടി നമ്മൾ ഇപ്രാവശ്യം ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു വർക്കിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തത്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഇനി തുടർന്നുള്ള പ്രോബ്ലംസിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്ലാസ്റ്ററിങ്ങിലൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് പറയാനുണ്ട്, അതായത് ഫ്ലോറിങ്ങിൽ പറയാനുണ്ട്. അങ്ങനെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് തുടർന്നുള്ള പ്രോബ്ലംസിൽ പറയാം. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.